Morning. Good morning, sir. Good morning, sir. Yes, sir. Morning, sir. സോ എനിക്ക് ഇവിടെ നെറ്റ്വർക്ക് കിട്ടുന്നില്ല, കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. സോ അതാണ് എനിക്ക് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഫോണിൽ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇതിനിടയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ ശ്രമിക്കാം. ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ, കണക്ട് ചെയ്യാൻ ശ്രമിക്കാം ഒന്നുകൂടെ. ലെറ്റ് മീ സീ വാട്ട് ഹാപ്പൻസ്. Let me try one more time. Okay, just wait. Please wait. Hello. Hi everyone. ഞാൻ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. Give me 30 seconds. I'll be joining soon. കാരണം എനിക്ക് ഈ പ്രസന്റേഷൻ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ തന്നെ കണക്ട് ചെയ്യണം. സോ അതുകൊണ്ടാണ് അത് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് ഐ എം ട്രൈങ് അഗെയിൻ. സോ ലെറ്റ് മീ ജസ്റ്റ് ട്രൈ ആൻഡ് കം ബാക്ക് ടു യു. ഓക്കെ. സോ വളരെ പേഷ്യൻ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നത് വിഷയം പറഞ്ഞ പോലെ തന്നെ എന്താണ്, ദ പവർ ഓഫ് സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്ന വിഷയമാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ജസ്റ്റ് bear with me, just be with me 30 more seconds and I will be back. Okay, so patiently wait ചെയ്യാം. അതേപോലെ ഒരു കാര്യം ചോദിക്കാന്ന് വെച്ചാൽ, ഇതിനു മുൻപ് സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്ന സെഷനിൽ, അല്ലെങ്കിൽ എന്താ പറയാ, ഇത്തരത്തിലുള്ള ഹീലിംഗ് സെഷനിൽ ഇതിനു മുൻപ് ഇരുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇരുന്നിട്ടുണ്ട് അതിനുള്ളതിന് യെസ് എന്ന് കമന്റ് ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ അത് നോ എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് കമന്റ് ഔട്ട്. എത്ര ആൾക്കാർ അങ്ങനെ ഇരുന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റും, എത്ര ആൾക്കാർ എന്നോട് പരിചയം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ജസ്റ്റ് കമന്റ് ഔട്ട് യെസ് ഓർ നോ. ജസ്റ്റ് കമന്റ് ഔട്ട് യെസ് ഓർ നോ. ഓക്കെ, ജസ്റ്റ് കമന്റ് ഔട്ട് യെസ്. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സെൽഫ് ഹീലിംഗ് മേഖലയിൽ കുറെ ആൾക്കാർ ഇരുന്നിട്ടുണ്ട്, കുറെ ആൾക്കാർക്ക് അത് അറിയാം. സ്വാഭാവികമായിട്ട് അതിന്റെ പവർ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓക്കെ, ജസ്റ്റ് കമന്റ് ഔട്ട്, ജസ്റ്റ് കമന്റ് ഔട്ട്, കമന്റ് ഔട്ട്. ഓക്കെ, എല്ലാവരും പവർ മനസ്സിലായിക്കണം.
Everyone, I'm so sorry. Yes, sir. Finally, I could connect. Thank you so much for being here. Thank you so much for being with us. Thank you so much. And once again, let's begin today's session. അപ്പോൾ ഇപ്പോൾ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പറ്റുന്നുണ്ടോ? ഗുഡ്. അതെ. ഓക്കെ. അപ്പൊ എല്ലാവരും എന്താ വെച്ചാൽ ക്ഷമയോടുകൂടി കാത്തിരുന്നതിന് ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. ഇനി നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കിടക്കാം. സോ ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. നിങ്ങൾ എവിടെ സെഷൻ അറ്റൻഡ് ചെയ്യുന്നത്? നിങ്ങളുടെ സ്ഥലം ഒന്ന് കമന്റ് ചെയ്യാവോ? നിങ്ങൾ എവിടെ നിന്നാ സ്ഥലം എവിടെ നിന്ന് അറ്റൻഡ് ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് കമന്റ് ഡൗൺ. വേർ ആർ യു? സോ ഓക്കെ, കൊല്ലം ഭാഗത്ത് നിന്ന് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, കാലിക്കറ്റ് നിന്ന് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, UAE നിന്ന് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, ട്രിവാൻഡ്രത്ത് നിന്നുണ്ട്, കൊച്ചിയിൽ നിന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എവിടെ നിന്നാണ് അറ്റൻഡ് ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് പറയൂ. എവിടെ നിന്നാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു ഹീലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നത്? പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം. ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് അറിയാലോ, ദ പവർ ഓഫ് സെൽഫ് ഹീലിംഗ്. വളരെ പവർഫുൾ ആയിട്ടുള്ള സെഷനാണ്. ഓക്കെ, അപ്പൊ ഇന്നത്തെ സെഷനിലേക്ക് എടുക്കുമ്പോൾ പല ഭാഗത്തു നിന്നുള്ള അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. ഇനി അതേപോലെ തന്നെ എത്ര കാലമായിട്ട്, അടുത്ത് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ എത്ര കാലമായിട്ട് നിങ്ങൾ ഹീലിംഗ് മേഖലയിൽ അല്ലെങ്കിൽ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്? എത്ര കാലമായിട്ട് നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങളുണ്ട്, അല്ലെങ്കിൽ ഹീലിംഗ് മേഖലയിൽ ക്ലാസ്സുകൾ കേൾക്കുന്നു? എത്ര മാസം അല്ലെങ്കിൽ എത്ര വർഷം? ഒന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ. ഹൗ മെനി ഇയേഴ്സ് ഓർ ഹൗ മെനി മന്ത്സ്? എത്ര വർഷം? അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഡൈനാമിക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആരൊക്കെയാണ്, ഏതൊക്കെ ലൈക്ക് ലെവലിൽ ആൾക്കാരാണ് അറ്റൻഡ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ജസ്റ്റ് കമന്റ് ഡൗൺ. ഓക്കെ, ഒരുപാട് പേര് പലതരത്തിലുള്ള കുറെ വർഷങ്ങളായിട്ട്, 3 വർഷമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്. അതേപോലെ തന്നെ 2019 മുതലുള്ളവരുണ്ട്, 3 മാസമായി. ഓക്കെ, സനെ പറയുന്നു 1 month, 5 months, 2 year, 2022 മുതൽ. ഓക്കെ, 2 year കുറച്ച് ഡേയ്സ് ആയിട്ടുള്ളൂ. ആരാണ്? ലൈക്ക് സുൽഫ. ഓക്കെ, ഗുഡ്. അപ്പൊ ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഡിഫറെന്റ് രീതിയിലുള്ള ഡൈനാമിക്സിൽ നിന്നുള്ള ആൾക്കാരാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്ത് ചെയ്യുന്നു? അതായത് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു വീട്ടമ്മയാണോ? ഓക്കെ, അതല്ല നിങ്ങളൊരു ജോലി ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഓക്കെ, എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അതേപോലെ ഇപ്പൊ ടീച്ചറാണെങ്കിൽ ടീച്ചർ എന്ന് എഴുതാം. അതല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത്? ഓക്കെ, 3 കാറ്റഗറിയിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങൾ വീട്ടമ്മയാണോ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ന് വെച്ചാൽ ജോലി ചെയ്യുന്നുണ്ടോ, അങ്ങനെ എന്ത് ജോലി? അതല്ല നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. വീട്ടിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഓൺലൈനിൽ എന്തെങ്കിലും പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും. ഓക്കെ, ബിസിനസ് ആണെങ്കിൽ എന്ത് ബിസിനസ് ആണ്? IT പ്രൊഫഷണൽ എന്ന് പറയുന്നത് അംപ്ലി മാം. ഓക്കെ, ടീച്ചർ എന്ന് പറയുന്നു സാനിയ. ഓക്കെ, ഫീൽഡ് വർക്കർ. ഓക്കെ, ഓൾറൈറ്റ്. ദെൻ ഹൗസ് വൈഫ്, ടീച്ചർ, ബിസിനസ്, ആയുർവേദ ക്ലിനിക്, Vipin Raj. Okay, what are you doing? Okay, just comment up. അപ്പോൾ പല മേഖലയിൽ നിന്നുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ഞാനിത് പറയാൻ റീസൺ എന്താ വെച്ചാൽ, നമ്മൾ സെൽഫ് ഹീലിംഗ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹീലിംഗിൽ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നത് നമ്മൾ ആർക്ക് പഠിപ്പിക്കുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിത് എല്ലാവർക്കും അങ്ങ് ജസ്റ്റ് പഠിപ്പിക്കാൻ പറ്റില്ല.
നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ ഡൈനാമിക് ഓഫ് ദ ഓഡിയൻസ്. നമ്മുടെ ഓഡിയൻസിന് ഡൈനാമിക്സ് അറിഞ്ഞിരിക്കണം. അപ്പം അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ചോദിക്കുന്നത്. സോ ഇന്നത്തെ സെഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കടക്കാൻ പോവാണ്. ഇനി ഫൈനലായിട്ട് നിങ്ങളോട് നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം ഏത് ഏരിയയിലാണ്, ഏത് ഏരിയയിലാണ് നിങ്ങളിപ്പോൾ പ്രോബ്ലം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ്സ് വേണ്ടത്, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഹെൽത്ത് ആണോ, വെൽത്ത് ആണോ, ഐ മീൻ ഹെൽത്ത് ഓർ ഫൈനാൻസ്, അല്ലെങ്കിൽ ഹെൽത്ത് ഓർ വെൽത്ത്, അല്ലെങ്കിൽ അടുത്തത് എന്ന് വെച്ചാൽ ഫാമിലി, അല്ലെങ്കിൽ കരിയർ ഓർ ബിസിനസ്, അങ്ങനെ ഇതിൽ ഏതിലെങ്കിലും ആണോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ജസ്റ്റ് കമന്റ് ഡൗൺ ദാറ്റ്. അതൊന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് കമന്റ് ഡൗൺ ദാറ്റ്. ഏത് ഏരിയയിലാണ്? ഫാമിലി എത്ര, ലൈക്ക് ഓക്കെ, ഹൗസ് വൈഫ്, കാറ്ററിംഗ്, ഹൗസ് വൈഫ്, ഓക്കെ, ടീച്ചർ റിസൈൻഡ് ആൻഡ് സെർച്ചിങ് ജോബ് ഇൻ അനദർ സ്കൂൾ, ഓക്കെ, ഫബീദ. റിട്ടയർഡ് പ്രവാസിയാണ്, ഓക്കെ, ഹൗസ് വൈഫ്, സ്റ്റുഡൻ്റ് ആണ്, ഫാർമസിസ്റ്റ് ആണ്, ടീച്ചർ ആണ്, ഓക്കെ, ബിസിനസ്, ഓക്കെ. എല്ലാവരും ഒന്നും കമന്റ് ചെയ്യുന്നില്ല, പലരും ബിസി ആണെന്ന് അറിയാം. ബട്ട് വെൽത്ത് ആൻഡ് കരിയർ, ഓക്കെ. ഓക്കെ, ദീന പറയുന്നു റൈറ്റ്, വെരി ഗുഡ് ദീന. ചില സംഗതികളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടല്ലോ, ലൈക്ക് വന്നതിനെക്കാട്ടിലും ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട് അല്ലേ? സോ ലൈക്ക് ജസ്റ്റ് ഡു ദാറ്റ്. ഓക്കെ, സോ നമ്മളുടെ പ്രയോറിറ്റീസ് പലപ്പോഴും ചേഞ്ച് ആകും അല്ലെ? നമ്മളുടെയൊക്കെ ഇപ്പം ദീനയുടെ കാര്യം എന്ന് വെച്ചാൽ ജോയിൻ ചെയ്യുന്ന സമയത്തുള്ള റിക്വയർമെന്റ് അല്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഹീലിംഗ് വേറെ നടന്നതുകൊണ്ടും കൂടി ആയിരിക്കും നമുക്ക് എന്ന് വെച്ചാൽ നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന സംഗതികൾ ചേഞ്ച് ആയി വരുന്നത്. ഓക്കെ, അപ്പം സെൽഫ് ഹീലിംഗ് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം. എന്താണ് സെൽഫ് ഹീലിംഗ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. സോ ഹൗ ടു ഹീൽ യുവർ സെൽഫ് ആൻഡ് ടേക്ക് ബാക്ക് കൺട്രോൾ ഓഫ് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാം. ഓക്കെ, അപ്പൊ വാട്ട് ഈസ് സെൽഫ് ഹീലിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു നാച്ചുറൽ കപ്പാസിറ്റി നമ്മളുടെ കാണാൻ പറ്റുന്നുണ്ടോ? നമുക്കൊരു നാച്ചുറൽ കപ്പാസിറ്റി ഉണ്ട്. നമ്മളുടെ ശരീരത്തിന് ഒരു നാച്ചുറൽ കപ്പാസിറ്റി ഉണ്ട്. എന്ത്? ഏതൊരു കാര്യം, ഏതൊരു അസുഖമായിക്കോട്ടെ, ഏത് ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, അത് നാച്ചുറലി ഹീല് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മളുടെ ശരീരത്തിന് ഉണ്ട്. ആ ഹീൽ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ നാച്ചുറൽ കപ്പാസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ എബിലിറ്റി ഓഫ് ദ മൈൻഡ് ആൻഡ് ബോഡി ടു റിക്കവർ ആൻഡ് റിസ്റ്റോർ ബാലൻസ്. നമ്മൾ ബാലൻസ് തെറ്റുമ്പോഴാണ് എന്ത് നമ്മളുടെ ഹീലിംഗ് പ്രോസസ്, അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. സ്ക്രീൻ കാണുന്നില്ല. ഓക്കെ, 1 മിനിറ്റ്, ലെറ്റ് മീ ജസ്റ്റ് കണക്ട്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. Okay, 1 minute, wait to you. Just give me okay. ഞാൻ കണക്ട് ചെയ്യുന്നത് ഇപ്പൊ പറ്റുന്നുണ്ടോ? ഒന്ന് പറയാവോ? ഇല്ല. Is it possible now? No. What about now? Yes. Yes. Okay, sir. Okay, കാണാണ്ട്. Ready. Yeah. So 1 minute. എല്ലാവരും മ്യൂട്ട് ചെയ്യൂട്ടോ. ഓക്കെ, സോ ദ പവർ ഓഫ് സെൽഫ് ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ലൈഫ് ഹീല് ചെയ്യാം, നിങ്ങൾക്കത് എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ അതിനെ നിങ്ങളുടെ ലൈഫിന്റെ കൺട്രോൾ തിരിച്ചു പിടിക്കാം. സോ ഇതിൽ പറഞ്ഞു വെച്ചാൽ എന്താണ് സെൽഫ് ഹീലിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ കപ്പാസിറ്റിയാണ്. നമ്മുടെ ശരീരത്തിനും മനസ്സിനും എന്തുണ്ട്? ബാലൻസ് ചെയ്യാനുള്ള ഒരു നാച്ചുറൽ കപ്പാസിറ്റി ഉണ്ട്. ആ ബാലൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത്, ഓക്കെ, ആ ബാലൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? അത് തെറ്റുമ്പോഴാണ്, നമ്മുടെ ഉള്ളിലുള്ള ബാലൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി തെറ്റുമ്പോഴാണ് പലപ്പോഴും എന്ത് സംഭവിക്കുന്ന അസുഖങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാകുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾറെഡി ബിൽറ്റ് ഇൻ ടു യു. നമ്മളുടെ ഉള്ളിലേക്ക് അത് ബിൽറ്റ് ഇൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബിൽറ്റ് ഇൻ ചെയ്തിട്ടാണ് ഉള്ളത്. ഓക്കെ,
സോ നാച്ചുറൽ കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ നാച്ചുറൽ കപ്പാസിറ്റിയുടെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി വിത്തിൻ ഹീലിംഗ് ഇസ് നോട്ട് സംതിങ് ഔട്ട്സൈഡ് യു. നമ്മളുടെ പുറത്ത് നടക്കുന്ന ഒരു കാര്യമില്ല. ഇറ്റ് ഈസ് ഓൾറെഡി പ്രസന്റ് വെയിറ്റിംഗ് ടു ബി ആക്ടിവേറ്റഡ്. ഹീലിംഗ് എന്താണ്? നമ്മളുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും ഉള്ള ഒരു കഴിവാണ്. അത് എന്തുണ്ട്? നമ്മളെ വെയിറ്റ് ചെയ്യാണ് ഹീൽ ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട്. നമുക്കത് ആക്ടിവേറ്റ് ചെയ്യണം. സോ നമ്മളുടെ റോൾ എന്താണ് ഇത് ഹീലിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ? യുവർ റോൾ ഈസ് ടു ആക്ടിവേറ്റ് ആൻഡ് സപ്പോർട്ട് ദ ഹീലിംഗ് പ്രോസസ് ദാറ്റ് ഈസ് നാച്ചുറലി യുവേഴ്സ്. നമ്മൾക്ക് ഉള്ളിലുള്ള ഹീലിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്ന ആ കപ്പാസിറ്റി നമുക്ക് എന്ത് ചെയ്യാം? ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്യാം. ആ ഹീലിംഗ് പ്രോസസ്സിനെ സപ്പോർട്ട് മാത്രം നമ്മൾ ചെയ്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ അവിടെയാണ് നമ്മളെന്ന് വെച്ചാൽ അതിന്റെ ഒരു ബെനിഫിറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ ദർ ഇസ് എ ഹാർഡ് ട്രൂത്ത്. ഒരു വലിയ സത്യമുണ്ട്. നോ വൺ ഈസ് കമ്മിങ് ടു ഫിക്സ് യുവർ ലൈഫ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? വേറെ ഒരാളും നമ്മളുടെ പ്രോബ്ലംസ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വരില്ല. ഹലോ, വേറൊരാളും നമ്മളുടെ പ്രോബ്ലം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരാളും വരില്ല. കാരണം നമ്മളുടെ പ്രോബ്ലം അല്ലേ. അവർക്കത് ഫിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം ആരാ ഫിക്സ് ചെയ്യാം? ആരാ അതിന് വേണ്ടിയിട്ട് പണിയെടുക്കേണ്ടത്? ആരാ പണിയെടുക്കേണ്ടത്? നമ്മൾ തന്നെ. സോ ദിസ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് യു വിൽ അക്സെപ്റ്റ്. നമ്മൾ ആദ്യം നമ്മളുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ഗൈഡ്സ് ക്യാൻ ഹെൽപ്പ്. ഇപ്പൊ ഞങ്ങളെ പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഹീലേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ എന്ന് വെച്ചാൽ ഹീലിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഗൈഡ് ചെയ്യാൻ തെറാപ്പിസ്റ്റുകൾ, കോച്ചുകൾ, ഹീലേഴ്സ് ക്യാൻ ഓഫർ ഗൈഡൻസ്, ടൂൾസ് ആൻഡ് പെർസ്പെക്റ്റീവ് അലോങ് ദ വേ. നിങ്ങൾക്ക് ടൂൾസ് തരാൻ പറ്റും, പെർസ്പെക്റ്റീവ് തരാൻ പറ്റും, ഗൈഡൻസ് തരാൻ പറ്റും, ഇതെല്ലാം തരാൻ പറ്റും. പക്ഷേ യു മസ്റ്റ് ആക്ട്. ആര് പ്രവർത്തിക്കണം? ബട്ട് റിയൽ ഹീലിംഗ് ഓൺലി ഹാപ്പൻസ് വെൻ യു ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ഓൺ ഇന്നർ വേൾഡ്. നമ്മളുടെ ഉള്ളിലുള്ള ആന്തരികമായ ലോകത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ട്രോമാസ് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ക്ലിയർ ആണോ? സോ കുറെ കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. പല ആൾക്കാരെന്ന് വെച്ചാൽ നമ്മുടെ കോഴ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഉള്ള ഒരു എന്താ പറയുക കൈൻഡ് ഓഫ് എന്താ പറയുക ഒരു റിയലൈസേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു വാർണിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു സത്യം പുറത്ത് പറയലാണ്. എന്ത് സത്യം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. എന്ത് നോ വൺ ഈസ് ഗോയിങ് ടു കം ആൻഡ് ഡു ഇറ്റ് ഫോർ യു. ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മൾ സ്വയം ചെയ്യേണ്ട കാര്യമാണ്. നമുക്ക് നിങ്ങളെ പഠിപ്പിച്ചു തരാൻ പറ്റും, അല്ലേ? സപ്പോർട്ട് ചെയ്ത് തരാൻ പറ്റും. നിങ്ങൾ പരമാവധി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തു തരാൻ പറ്റും. ബട്ട് വട്ട് എവർ ഹാപ്പൻസ്, നിങ്ങൾ ഹീലിംഗ് ചെയ്യാനോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനോ റെഡി അല്ലെങ്കിൽ ഇറ്റ് വിൽ നോട്ട് വർക്ക്. ശരിയാണോ? അപ്പൊ നിങ്ങൾ ചില ആൾക്കാർ മടിച്ചു നിൽക്കുന്നുണ്ട്. എല്ലാ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും കിട്ടി. ഇപ്പൊ വിപിൻ രാജന് നല്ല റിസൾട്ട് കിട്ടിയിരുന്നു. വൈ? ബിക്കോസ് ഹി ഈസ് പ്രാക്ടീസിങ് ഇറ്റ്. ഇന്നലെ ഇതിനു മുൻപ് ഷിഹാബ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നല്ല രീതിയിലൊക്കെ എന്താ വെച്ചാൽ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി ഈസ് ഡൂയിങ് ഇറ്റ്. നമ്മൾ പഠിപ്പിച്ചു തരുന്നു, കാര്യങ്ങൾ ചെയ്തു തരുന്നു. പക്ഷെ എന്ത് ചെയ്യണം? അവനവൻ തന്നെ ചെയ്യണം. അവനവൻ ചെയ്യുമ്പോൾ അതിനെ ആക്ടിവേറ്റ് ചെയ്താൽ മതി. ആ ഹീലിംഗ് പ്രോസസ്സിനെ ആക്ടിവേറ്റ് ചെയ്യുക, അത് നമ്മൾ ചെയ്യേണ്ട പരിപാടിയാണ്. അത് ചെയ്യുമ്പോഴാണെന്ന് വെച്ചാൽ നമുക്ക് വലിയ രീതിയിൽ സോ വൈ സെൽഫ് ഹീലിംഗ് മാറ്റേഴ്സ്. എന്തുകൊണ്ടാണ് സ്വയം ഹീൽ ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? ഇറ്റ് റെഡ്യൂസസ് പെയിൻ ആൻഡ് സ്ട്രെസ്. സെൽഫ് ഹീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിലുള്ള പെയിൻ, സ്ട്രെസ് ഇതിനെ റെഡ്യൂസ് ചെയ്യും. ഇമോഷണൽ പെയിൻ ആൻഡ് ക്രോണിക് സ്ട്രെസ് ഡിമിനിഷസ് ആസ് യു പ്രോസസ് ആൻഡ് റിലീസ് വാട്ട് യു ക്യാരി. നമ്മുടെ ഉള്ളിലൊക്കെ നമ്മൾ ഓരോ സ്ട്രെസ് നടക്കുമ്പോഴും, ഓരോ ട്രോമ നടക്കുമ്പോഴും, ഓരോ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നുപോഴും അതിന്റെ വെയിറ്റ്, അതിന്റെ ഒരു ഭാരം നമ്മൾ കൊണ്ട് നടക്കും, അതിന്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ കൊണ്ട് നടക്കും, അതിന്റെ ഒരു പ്രയാസം നമ്മൾ കൊണ്ട് നടക്കും. യെസ്. സോ ആ ബുദ്ധിമുട്ട്, പ്രയാസം, സംഗതികളൊക്കെ നമ്മൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ നമ്മൾ സെൽഫ് ഹീലിംഗ് ഉത്തരവാദിത്തം ഏറ്റെടുക്കുമ്പോൾ സാധിക്കുന്നു. ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് അവർ ഫിസിക്കൽ ഹെൽത്ത്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ അത് ഇംപ്രൂവ് ചെയ്യുന്നു. ബോഡി റെസ്പോൺസ് ടു ഇന്നർ ഹീലിംഗ്. ഇന്നർ ഹീലിങ്ങിനെ ശരീരം എന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ എനർജി തിരിച്ചു പിടിക്കാൻ പറ്റും. ടെൻഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം പോകും. വൈറ്റാലിറ്റി തിരിച്ചു പിടിക്കും. അതായത് നമുക്ക് എപ്പോഴും ഒരു ഹൈ എനർജി, നമ്മുടെ ശരീരം ഒരു യുവത്വം തുളുമ്പുന്ന, അല്ലെങ്കിൽ എന്താ പറയുക നല്ല എനർജറ്റിക് ആയിട്ടുള്ള, ഏജിങ്ങിന് ആന്റി ഏജിങ് ആയിട്ട് മാറിയിട്ട് നിങ്ങൾ പ്രായം കുറയുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യും? വരും. ആൻഡ് ബിൽഡ്സ് റെസിലിയൻസ്. നമ്മൾക്ക് എന്ത് ചെയ്യുന്നു? റെസിലിയൻസ് ബിൽഡ്. എന്താ റെസിലിയൻസ്? നമ്മളുടെ ഉള്ളിൽ ഒരു ഇന്നർ സ്ട്രെങ്ത് ബിൽഡ് ആവും. ആൻഡ് റെസിലിയൻസ് ഡെവലപ്സ് ആസ് യു ഫേസ് ആൻഡ് മൂവ് ത്രൂ ഡിഫിക്കൽട്ട് ഇമോഷൻസ്. നമ്മൾ ഈ ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഇമോഷൻസ് പ്രോസസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകും, അല്ലെ? എത്ര പേര് അങ്ങനെ കടന്നു പോയിട്ടുണ്ട് ചോദിച്ചോ, അല്ലേ? നമ്മൾ പലപ്പോഴും എന്ന് വെച്ചാൽ നിങ്ങൾ ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് ഈസി ആയിരുന്നോ? നമ്മുടെ ഹീലിംഗിൽ കടന്നു പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഹീലിംഗ് ഈസി ആയിരുന്നു. കരച്ചിൽ വന്നിരുന്നില്ലേ?
ഹെഡേക്ക് ഉണ്ടായിരുന്നില്ലേ? ബോഡി പെയിൻ ഉണ്ടായിരുന്നില്ലേ? ഉറക്കം നഷ്ടപ്പെട്ടിരുന്നില്ലേ? ക്ഷീണം വന്നിട്ടുണ്ടായിരുന്നില്ലേ? പല കാര്യങ്ങളും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നില്ലേ? പലപ്പോഴും തുടങ്ങിയിട്ട് ഇതിന് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ? യെസ് ഓർ നോ? ഇത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ളതാണ് അല്ലേ? രതിമേം പറയുന്നു, ഓർമ്മിക്കൽ എന്റെ പൊന്നെ എന്നുള്ള രീതിയിൽ, മനസ്സിലാവുന്നുണ്ടോ? അതായത് എന്താ പറയാ, കൈ കൂപ്പിയിട്ടിരിക്കുകയാണ്. ലൈക്ക് അതായത് അത്രയ്ക്കും എന്താ വെച്ചാൽ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ ചിലപ്പം കടന്നു പോകും. ആ കടന്നു പോകുന്ന സമയത്ത് ഈ ഹീലിംഗ് നമ്മൾ ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്, വി ബിൽഡ് റെസിലിയൻസ്. റെസിലിയൻസ് എന്താണ്? എന്തും ഏതും ഫേസ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് നമുക്ക് ബിൽഡ് ചെയ്യും, ഒരു ഹോപ്പ് നമുക്ക് ബിൽഡ് ചെയ്യും, ഒരു കോൺഫിഡൻസ് നമുക്ക് ബിൽഡ് ചെയ്യും, ഒരു ഇന്നർ സ്ട്രെങ്ത്, ഒരു ഉൾക്കരുത്ത് നമുക്ക് ബിൽഡ് ആവും. നമ്മൾ വി ബിക്കം സ്ട്രോങ്. ഫോർ ഈച്ച് ഹീലിംഗ് വി ബിക്കം ബെറ്റർ, വി ബിക്കം സ്ട്രോങ്. യെസ് ഓർ നോ? ശരിയാണോ? ഞാൻ പറഞ്ഞ കറക്റ്റ് ആണ്. സോ നമ്മൾ എപ്പോഴും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട റിയാലിറ്റി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്ട്രെങ്ത് നമുക്ക് എന്ത് ചെയ്യും, ബിൽഡ് ചെയ്ത് വരും എന്നുള്ളതാണ്. ക്ലിയർ? സോ റെസിലിയൻസ് നമുക്ക് ബിൽഡ് ആവും. ഇത് എത്ര പേർക്ക് റെസിലിയൻസ് ബിൽഡ് ആയിട്ടുണ്ട്? ഒന്ന് കമന്റ് ചെയ്തേ, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തേ. ലൈക്ക് വിപിൻ രാജ്, ക്യാൻ യു ഷെയർ ദാറ്റ്? പണ്ട് പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഡീൽ ചെയ്തിരുന്ന രീതിയിലാണ് ഇപ്പൊ പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുന്നത്. ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ വിപിൻ രാജ്? ലൈക്ക് വാട്ട് ഈസ് യുവർ എക്സ്പീരിയൻസ്? പറ്റും സാറേ. ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ വിപിൻ. ഗുഡ് മോർണിംഗ്. ഞാൻ ആബിദ. ഞാൻ EFT ചെയ്ത ശേഷമാണ് എനിക്ക് എന്ത് കാര്യം വന്നാൽ നേരിടാനുള്ള ഒരു കഴിവ് കിട്ടിയത്. മറ്റേത് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പെട്ടെന്ന് കരയും, സങ്കടപ്പെടും. ഇപ്പൊ എന്ത് നേരിടാനുള്ള ഒരു മനസ്സ് എനിക്ക് കിട്ടിയത് EFT ചെയ്ത കൊണ്ടാണ്. ആക്ച്വലി നമുക്ക് നേരത്തെ ഈ പ്രോബ്ലംസ് ഓരോന്നും നമുക്ക് വരുമ്പോഴത്തേക്കും എപ്പോഴും പിന്നെ അതേക്കുറിച്ച് തന്നെ ചിന്തിച്ച് ഈ പറഞ്ഞ ഒരു സൊല്യൂഷൻ ഇല്ല. പിന്നെ അടുത്തടുത്ത പ്രോബ്ലങ്ങളിലേക്ക് പൊക്കോണ്ടിരിക്കുകയായിരുന്നു ശരിക്കും. EFTയിലേക്കൊക്കെ വന്നതിന് ശേഷം ഹീലിംഗ് നന്നായി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എന്ത് ഒരു പ്രോബ്ലം വന്നാലും അതിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നതെന്നും എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നതും അല്ലെങ്കിൽ എന്ത് ചെയ്താൽ ഇത് ഒഴിവാക്കാൻ പറ്റുമെന്നും അടുത്ത ഇനി വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നൊക്കെ ഉള്ള എന്താ പറയാ, ഒരു മൈൻഡ് പവറും ഒരു പോസിറ്റീവ് തിങ്കിങ് പവറും ഒക്കെ പിന്നീട് വന്നിറങ്ങി. അതിന്റെ ഭാഗമായിട്ട് ഇപ്പം നേരത്തെ ഇപ്പൊ 1 വർഷം മുന്നേ ഉള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൈൻഡ് സെറ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പം ഉണ്ടാകുന്നത്. അത് ഒരു ഭയങ്കര ഒരു ചേഞ്ച് ആണ്. എങ്ങനെ അതിനെ ഫേസ് ചെയ്യും, എന്ത് പ്രോബ്ലം ഉണ്ടായാലും ഇറ്റ്സ് ഓക്കെ, പ്രോബ്ലം അവിടെ ഉണ്ട്, ബട്ട് അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഒരു എന്താ പറയാ, ഒരു പോസിറ്റീവ് തോട്ട് മൈൻഡിൽ, അത് ഹീലിംഗിന്റെ പവർ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ചേഞ്ചസ്, ഇപ്പം വിപിൻ പറഞ്ഞതുപോലെ അല്ലെ അബിത മാം പറഞ്ഞതുപോലുള്ള ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യുന്നു, നടക്കുന്നു. ഈ ഒരു ചേഞ്ച് ആണ് എന്താ വെച്ചാൽ ഞാൻ പറയുന്ന റെസിലിയൻസ് എന്ന് പറയുന്ന സംഗതി. മനസ്സിലാകുന്നുണ്ട്? ഹീലിംഗ് നടക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, റെസിലിയൻസ്, നല്ല രീതിയിലേക്കുള്ള റെസിലിയൻസ് എന്ത് ചെയ്യും, നമുക്ക് ഡെവലപ്പ് ആയിട്ട് വരും. അപ്പൊ അടുത്ത പോയിന്റിലേക്ക് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് പോകാം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ബ്രേക്സ് ദ നെഗറ്റീവ് പാറ്റേൺസ്. ഇതാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. നമുക്ക് എല്ലാവരുടെയും പ്രശ്നം എന്ന് വെച്ചാൽ റിക്കറിംഗ് സൈക്കിൾസ് ഓഫ് ഡിസ്ട്രക്റ്റീവ് പാറ്റേൺ. അതായത് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സംഗതി എന്ന് വെച്ചാൽ നമ്മളെ നശിപ്പിക്കുന്ന ചില പാറ്റേൺസുകളുണ്ട്, ചില ശീലങ്ങളുണ്ട്, ചില ബുദ്ധിമുട്ടുകളുണ്ട്. അത് നമുക്ക് നിർത്താൻ കഴിയുന്നില്ല. നമ്മുടെ ചിന്തകൾ അങ്ങനെ ആയി പോകുന്നു അല്ലെ? നമ്മൾ ഓട്ടോമാറ്റിക്കലി ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി രാവിലെ എണീക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഓട്ടോമാറ്റിക് പറ്റുന്നില്ല. സർ ചെയ്യണമെന്നൊരു പറ്റുന്നില്ല എന്നൊരു സാധനമില്ലേ? അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? ഒന്ന് കമന്റ് ചെയ്തേ. പാറ്റേൺസ് ആയിട്ടുള്ള നിങ്ങൾ അനുഭവിക്കുന്ന ചില പാറ്റേൺസുകളുണ്ട്. എനിക്ക് മെഡിറ്റേഷൻ ചെയ്യണമെന്നൊരു പറ്റുന്നില്ല, എനിക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യണമെന്നൊരു പറ്റുന്നില്ല, എനിക്ക് ഓവർ തിങ്കിങ് സ്റ്റോപ്പ് ചെയ്യണമെന്നൊരു പറ്റുന്നില്ല, എനിക്ക് അങ്ങ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന, പഠിക്കണമെന്നൊരു പറ്റുന്നില്ല. അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ലിസ്റ്റ്? ഒന്ന് പറഞ്ഞു. എനിക്ക് ഇന്നത് ചെയ്യണം എന്നൊരു കൺസിസ്റ്റൻസി കിട്ടുന്നില്ല. അങ്ങനെ വാട്ട് എവർ ഇറ്റ് ഈസ്, ഒന്ന് കമന്റ് ചെയ്തേ. വാട്ട് ആർ യു ഫേസിങ്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും നിങ്ങൾക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കണം എന്ന് വിചാരിച്ച ചില ശീലങ്ങൾ, പാറ്റേൺസ് ആയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ട്? കാണ്ട് കറക്റ്റ് സ്ലീപ്പ് ഷെഡ്യൂൾ. ഓക്കെ, സോ ഫബിത പറയുന്നു സ്ലീപ്പ്, ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ഉറങ്ങാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് യുവർ ലൈക്ക് സിറ്റുവേഷൻ? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് എന്താണ് അത്തരത്തിലുള്ള ചില സംഗതികൾ, പറ്റാത്ത ചില സംഗതികൾ ഉണ്ടാവും.
കൺസിസ്റ്റൻസി കിട്ടുന്നില്ല. ഓക്കെ, കൺസിസ്റ്റൻസി കിട്ടുന്നില്ല. ഡോണ്ട് വറി, ഹീലിംഗിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? കണ്ടിന്യൂസ്ലി ഹീൽ ചെയ്യുമ്പോൾ നമ്മുടെ ഈ പാറ്റേൺസ് ബ്രേക്ക് ആവും. നമ്മൾ തിരിച്ചറിയണം, ഹീലിംഗിന്റെ മറ്റൊരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പാറ്റേൺസുകൾ ബ്രേക്ക് ആവും. ഓവർ തിങ്കിങ് ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ആവും ഓട്ടോമാറ്റിക്. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ കൺസിസ്റ്റൻസി ഡെവലപ്പ് ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില വൈകി എണീക്കുന്ന സ്വഭാവം, കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വൈകി എണീക്കുന്ന സ്വഭാവം, അത് കറക്റ്റ് ആയിട്ടില്ല. ജിമ്മിൽ പോകുന്നത് കറക്റ്റ് ആയിട്ടില്ല. സോ സം പാറ്റേൺസ് വിൽ ബി ദെയർ. നിങ്ങൾ ഫോളോ ചെയ്യുന്ന ചില പാറ്റേൺസുകൾ ഉണ്ടാവും. ആ പാറ്റേൺസുകൾ, ചില കൂട്ടുകെട്ടുകൾ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ചില ശീലങ്ങൾ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ചില അഡിക്ഷൻസ് ഉണ്ടാവും, സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. സോ ദിസ് ആർ പാറ്റേൺസ്. ആ പാറ്റേൺസിനെ നമുക്ക് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഹീലിംഗിന്റെ, സെൽഫ് ഹീലിംഗിന്റെ ഏറ്റവും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം. സോ ബിഗിൻ ടു ഡിസോൾവ്. അതിങ്ങനെ ഇല്ലാതെ മങ്ങി വരും. മനസ്സിലാവുന്നുണ്ടോ? പാറ്റേൺസ് മങ്ങി ഡിസോൾവ് ചെയ്ത് ഇല്ലാണ്ടായി പോകും. വെൻ ദ റൂട്ട് ഈസ് ഹീൽഡ്. അപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അതിന്റെ റൂട്ട് ഹീൽ ചെയ്യപ്പെടുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. മനസ്സിലാവുണ്ടോ? റൂട്ട് കോസിലേക്ക് പോയിട്ട് അതിന്റെ റൂട്ട് കാരണം കണ്ടെത്തണം. കാരണം നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ട്രോമയുമായി ബന്ധപ്പെട്ട് അത് കണക്റ്റഡ് ആണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ എന്ത് ശീലങ്ങൾ എടുത്തോ അതിന്റെ ഡീപ്പർ ലെവലിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ട്രോമ ഉണ്ടാകും. ആ ചൈൽഡ്ഹുഡ് ട്രോമ നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ആ ഇഷ്യൂ ഓട്ടോമാറ്റിക്കലി ഇല്ലാണ്ടായി പോകും. ക്ലിയർ ആണോ? അപ്പൊ അതിന്റെ റീസൺ മാം, അപ്പൊ അതിന്റെ റീസൺ ചിലപ്പോൾ കണ്ടെത്തുന്നത് ലൈക്ക് വാട്ട് ഇസ് ദ റീസൺ, ഗോ ടു ദാറ്റ് ചൈൽഡ്ഹുഡ്. അപ്പൊ അഡ്വാൻസ് പ്രോഗ്രാം ചിലപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി യു കുഡ് ഹാവ് ഫൈൻഡ് ഔട്ട്. അപ്പൊ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടാവും. സോ നെക്സ്റ്റ് എന്താണ്? അൺപ്രോസസ്ഡ് ഇമോഷൻസ്. ഓക്കെ, ദ റൂട്ട് കോസ് ഓഫ് പെയിൻ. പെയിനിന്റെ യഥാർത്ഥത്തിലുള്ള റൂട്ട് കോസ് എന്താണ്? എന്തൊക്കെയാണ് റൂട്ട് കോസ് ഉള്ളത്? പല കാറ്റഗറിയിലുണ്ട്. ദ മോസ്റ്റ് സഫറിങ് ഡസ് നോട്ട് കം ഫ്രം ദ പ്രസന്റ് മൊമെന്റ്. ഭയങ്കരമായിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള സംഗതികളൊന്നും വരുന്നത് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളിൽ നിന്നല്ല. നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഉള്ള എന്റെ പ്രശ്നമാണ്, എന്റെ ആ പ്രശ്നമാണ്, എന്റെ ഈ പ്രശ്നമാണ്, എന്റെ പണമില്ലായ്മയാണ്, അല്ലെങ്കിൽ അതില്ലാതെ. ഇതൊന്നും അല്ല യഥാർത്ഥത്തിലുള്ള പ്രശ്നം. ഇറ്റ് കംസ് ഫ്രം വാട്ട് ഹാസ് ബീൻ ലെഫ്റ്റ് അൺറിസോൾവ്. നമ്മുടെ ഉള്ളിൽ അൺറിസോൾവ്ഡ് ആയിട്ട് കിടക്കുന്ന എന്തൊക്കെയോ ഉണ്ട്, അതിൽ നിന്നാണ് ഇതെല്ലാം വരുന്നത്. സോ അൺപ്രോസസ്ഡ് ഇമോഷൻസ് വിച്ച് ഈസ് ഫീലിംഗ് ദാറ്റ് നെവർ ഫുള്ളി ഫെൽറ്റ് ഓർ എക്സ്പ്രസ്ഡ്. നമ്മുടെ ഉള്ളിൽ വേണ്ട രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ, ഒരു പെയിൻ വന്നപ്പോൾ കരയാൻ ഉള്ളൊരു അവസരം വന്നപ്പോൾ കരയാൻ പറ്റിയില്ല. ഓക്കെ, സന്തോഷിക്കാനുള്ള അവസരം വന്നപ്പോൾ സന്തോഷിക്കാൻ പറ്റിയില്ല. ഒരു അഭിപ്രായം പറയാൻ പറ്റുന്ന അവസരം വന്നപ്പോൾ അഭിപ്രായം പറയാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതിനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. നീ പെണ്ണാണ്, നീ അടങ്ങി ഒതുങ്ങിയിരിക്കണം, നീ ഇന്ന ആളാണ്, നീ ചെറുതാണ്, നീ വലുതാണ്, അപ്പൊ മറ്റുള്ളവർ ചെറുതാണ്, അവര് നോക്കേണ്ടത്. ഇങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ചില ലിമിറ്റേഷൻസ് തന്നിട്ട് നമ്മുടെ ഫീലിങ്സ് പുറത്തെടുക്കാൻ പറ്റില്ല. നീ ഇന്ന കുടുംബത്തിൽ പെട്ടാളാണ്, നീ ഇന്ന രീതിയിലാണ്, നീ ഇങ്ങനെ പെരുമാറാൻ പാടുള്ളൂ, നീ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള കുറേ സംഗതികൾ വെച്ചിട്ട്, റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട് ചെറുപ്പം മുതലേ നമ്മളെ നിയന്ത്രിച്ചു. നീ ഇങ്ങനെ കളിക്കാൻ പോകാൻ പാടുള്ളൂ, ഇന്നാളുടെ കൂടെ കൂട്ടുകൂടാൻ പാടുള്ളൂ, നീ ഇത് ചെയ്യാൻ പാടുള്ളൂ, ഇത് ചെയ്യാൻ പാടില്ല, നീ എന്തിനാ ഇത് ചെയ്തത്, നിനക്ക് എന്തിന്റെ കേടാണ്, അങ്ങനെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും വി കുഡ് നോട്ട് എക്സ്പ്രസ് അവർ ഇമോഷൻസ്. ക്ലിയർ? ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ ഏരിയ റൂട്ട് കോസ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ലിസ്റ്റ് ഔട്ട് ചെയ്യുക നമ്മുടെ ലൈഫിൽ. ഓക്കെ, അടുത്തത് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ആൻഡ് ട്രോമ. ഏർലി വൂണ്ട്സ് ദാറ്റ് ഷേപ്ഡ് അവർ ബിലീഫ്. ചെറുപ്പത്തിൽ നമുക്കെന്ത് വെച്ചാൽ മാതാപിതാക്കൾ നൽകിയിട്ടുള്ള ട്രോമ ഉണ്ടാവാം, അല്ലെങ്കിൽ മാതാപിതാക്കളാവാം, വീട്ടിൽ നിന്നുള്ളവരെ. ട്രോമ എന്ന് പറഞ്ഞാൽ ശരിക്കും ട്രോമ, അത് ഫിസിക്കൽ ആവാം, ഇമോഷണൽ ആവാം, അബ്യൂസ് ആവാം. അത് നമ്മളെ സങ്കടപ്പെടുന്ന, നമുക്ക് വേദനിപ്പിച്ചിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞത് വേദനിക്കുന്ന അനുഭവങ്ങൾ തന്നെയാണ്, പക്ഷേ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടല്ലോ. നമ്മളെ മാറ്റി നിർത്തുന്ന, നമ്മളെ ഒതുക്കി നിർത്തുന്ന, നമ്മളെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന അത്തരത്തിലുള്ള ലക്ഷ്യം. എന്നാൽ ഇവിടെ എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്നല്ല, നമ്മളെ ഫിസിക്കലി അടിച്ചതാവാം, ഇൻസൾട്ട് ചെയ്തതാവാം, പബ്ലിക്കലി ഹ്യൂമിലിയേറ്റ് ചെയ്തതാവാം. ദോസ് കൈൻഡ് ഓഫ് ട്രോമ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ആൻഡ് ട്രോമ, ഏർലി വൂണ്ട്സ് ദാറ്റ് ഷേപ്ഡ് അവർ ബിലീഫ്. നെക്സ്റ്റ് എന്താണ്? റിപ്പീറ്റിംഗ് പാറ്റേൺസ് ഇൻ റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പിലുള്ള റിപ്പീറ്റിംഗ് പാറ്റേൺസ് നമുക്ക് റൂട്ട് കോസ് ആവാം. റിപ്പീറ്റിംഗ് പാറ്റേൺസ് എന്താണ്? ലൈക്ക് സൈക്കിൾസ് ദാറ്റ് മിറർ അൺഹീൽഡ് വൂണ്ട്സ്. അതായത് നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എല്ലാവരും നമ്മൾ ചതിക്കുന്നത് പോലെ തോന്നുന്നു. എല്ലാവരും നമ്മൾ എവിടെ പോയാലും നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ യൂസ് ചെയ്യുന്ന ആൾക്കാർ തന്നെ വന്നുകൊണ്ടിരിക്കുക. നമ്മളെ മനസ്സിലാക്കാത്ത, നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത, യൂസ് ചെയ്യുന്ന, നമ്മളെ പെയിൻഫുൾ ആയിട്ട് നമ്മളെ എക്സ്പീരിയൻസിലൂടെ കടത്തി വിടുന്ന സെയിം സൈക്കിൾസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
ആൻഡ് സപ്രസ്ഡ് തോട്ട്സ് ആൻഡ് ഫീലിങ്സ്, നമ്മുടെ ഉള്ളിൽ സപ്രസ്ഡ് ആയിട്ടുള്ള തോട്ട്സ് ഫീലിങ്സ് നമ്മളുടെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ, ഒതുക്കി വെച്ചിട്ടുണ്ട് എങ്കിൽ, പുറത്തെടുക്കാൻ കഴിയാതെ നമുക്ക് ഒതുക്കി വെച്ച് ഇന്നർ എക്സ്പീരിയൻസസ് പുഷ് ഡൗൺ ആൻഡ് ഇഗ്നോർഡ്. നമുക്ക് നോ പറയേണ്ടടുത്ത് നോ പറയാൻ കഴിയാതെ ഉള്ളിലൊതുക്കി, സങ്കടങ്ങള് ഉള്ളിലൊതുക്കിക്കൊണ്ട് നടന്ന ആൾക്കാർ, അത് എക്സ്പ്രസ് ചെയ്യാൻ കഴിയാതെ ഉള്ളിലൊതുക്കിക്കൊണ്ട് നടന്നിട്ടുള്ള ആൾക്കാരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ആരോടും പറയാൻ ആരുമില്ല, ഷെയർ ചെയ്യാൻ ആരുമില്ല, എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി സഹിച്ചു ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ആണ് പലപ്പോഴും എന്തായി മാറുന്നത്? ഇറ്റ് ബിക്കംസ് പെയിൻ. ഇത് പെയിനായി മാറുന്നു. ഇതിനെ നമ്മൾ പുറത്തെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യും. സോ ഇതാണ് നമ്മൾ ബോഡിയെ ഹെൽപ്പ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് അതിന് അലോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ഹീലിംഗ് വിൽ ഓട്ടോമാറ്റിക്കലി ഹാപ്പൻ. ഹീലിംഗ് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നടന്നോളും. സോ ദ മൈൻഡ് ബോഡി കണക്ഷൻ ഉണ്ട്, മനസ്സിനൊരു കണക്ഷൻ ഉണ്ട്, മൈൻഡ് ബോഡി കണക്ഷൻ. ബോഡി ഈസ് നോട്ട് സെപ്പറേറ്റ് ഫ്രം യുവർ ഇമോഷൻസ്. നമ്മുടെ ഇമോഷൻസിൽ നിങ്ങളുടെ ശരീരം സെപ്പറേറ്റഡ് അല്ല, കണക്റ്റഡ് ആണ്. എവറി ഫീലിംഗ് യു എക്സ്പീരിയൻസ് ക്രിയേറ്റ്സ് എ റിയൽ മെഷറബിൾ ഫിസിക്കൽ റെസ്പോൺസ് ഇൻ യുവർ ബോഡി. നിങ്ങൾ ഫീൽ ചെയ്യുന്ന ഓരോ ഇമോഷൻസും, ഓരോ വികാരങ്ങളും നമ്മുടെ ശരീരത്തിൽ ഒരു തരിപ്പ് അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ, ഒരു 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 വല്ലാത്ത ഷോക്ക്, ഒരു നെഗറ്റീവ് ചാർജ്, ഒരു കറണ്ട് പാസ് ചെയ്യുന്നത് പോലുള്ള ഒരു നെഗറ്റീവ് ചാർജ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് അളക്കാൻ പറ്റുന്ന മെഷറബിൾ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് തന്നെ നമ്മുടെ ബോഡിയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇപ്പൊ സ്ട്രെസ് അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ട്രെസ്സിൽ നിന്ന് ഇറ്റ് ലീഡ്സ് ടു ടെൻഷൻ. അത് സ്ട്രെസ് വല്ലാണ്ട് മാനസിക സമ്മർദ്ദം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കത് ടെൻഷനിലേക്ക് മാറുന്നു. ടെൻഷൻ പിന്നെ അസുഖത്തിലേക്ക് മാറുന്നു. അസുഖം പിന്നെ എന്ന് വെച്ചാൽ നമ്മളുടെ ബോഡിയിൽ നമുക്ക് ഒന്നിനോടും ഇൻട്രസ്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലേക്കോ, അല്ലെങ്കിൽ ദ ബോഡി ക്യാരീസ് വാട്ട് ദ മൈൻഡ് കനോട്ട് പ്രോസസ്. മനസ്സിന് പ്രോസസ് ചെയ്യാൻ കഴിയാത്തതെല്ലാം ശരിക്കും ശ്രദ്ധിച്ചോളൂ, ബോഡി ഏറ്റെടുക്കും. ബോഡിയിലേക്കാണ് തള്ളപ്പെടുന്നത്. ബോഡി, നമ്മുടെ ശരീരം ഒരു അധികം ആൾക്കാർ നമ്മൾ എപ്പോഴും ടെൻഷൻ അടിക്കുമ്പോൾ നമ്മുടെ ബോഡി എന്ത് ചെയ്യുന്നു? ഒരു വേസ്റ്റ് ഇടുന്ന, മനസ്സിലാവുന്നുണ്ടോ? ബക്കറ്റ് പോലെ അല്ലെങ്കിൽ വേസ്റ്റ് ഇടുന്ന ഒരു പാത്രം പോലെ പ്രവർത്തിക്കുന്നു. നമുക്കൊരു നെഗറ്റീവ് ഇമോഷൻ വന്നു, എവിടേക്കാ പോകുന്നേ? ഉള്ളിലേക്ക് പോയില്ലേ? ഇത് അവിടുന്ന് എവിടേക്കെങ്കിലും പോയോ? ഇല്ല. ഭക്ഷണം കഴിച്ചു, അതിന്റെ വേസ്റ്റ് നമ്മൾ ടോയ്ലറ്റിൽ പോയി കളയും. ഈ നെഗറ്റീവ് ഇമോഷൻസ് വന്നു, എവിടെ പോയി? ശരീരത്തിനുള്ളിലേക്ക് പോയി. സോ വട്ട് എവർ ദാറ്റ് യു ആർ എക്സ്പീരിയൻസിംഗ്, എന്ത് സംഭവിക്കുന്നു? ഒരു വേസ്റ്റ് ബക്കറ്റിലേക്ക് നമ്മൾ എന്ന് വെച്ചാൽ ഡസ്റ്റ്ബിന്നിലേക്ക് നമ്മൾ ഒരു സാധനം ഇടുന്നത് പോലെ, ഡസ്റ്റ്ബിന്നിലേക്ക് ഒരു എന്താ പറയുക, വേസ്റ്റ് കൊട്ടയിലേക്ക്, ചപ്പ് ചവറുകൾ ഇടുന്ന കൊട്ടയിലേക്ക് ഇടുന്നത് പോലെ നമ്മളുടെ ശരീരം പ്രവർത്തിക്കുന്നു. നമ്മുടെ ശരീരം അത് കാരണം മനസ്സിന് താങ്ങാൻ പറ്റുന്നില്ല. മനസ്സിന് താങ്ങാൻ പറ്റാത്ത എന്ത് ചെയ്യും? ശരീരം ഏറ്റെടുക്കും. ഇനി അതിനും കൂടി താങ്ങാൻ പറ്റാതാവുമ്പോൾ എന്ത് സംഭവിക്കും? അത് തന്നെ ഒരു കുറെ പരിധിക്കപ്പുറമാകുമ്പോൾ എന്ത് സംഭവിക്കും? ശരീരത്തിന്റെ ബാലൻസ് തെറ്റും. നെഗറ്റീവും പോസിറ്റീവും ബാലൻസ്ഡ് ആയിട്ട് പോകണം. അല്ലെങ്കിൽ ബാലൻസ് ഇല്ലെങ്കിൽ പോലും നെഗറ്റിവിറ്റി കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് തെറ്റിയിട്ടെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ നെഗറ്റിവിറ്റി ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ വരും. പിന്നെ അത് അപ്പോഴേക്കും അസുഖങ്ങളായി മാറും, ബുദ്ധിമുട്ടുകളായി മാറും. നമ്മുടെ ബോഡി എന്ത് ചെയ്യും? വീക്കാവും. നമുക്ക് പിന്നെ അത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വരും. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യും? തളർന്നു പോകുന്നത്, തകർന്നു പോകുന്നത്, ഒരു പ്രവൃത്തി പോലും, ഒരു പണി പോലും എടുക്കാൻ കഴിയാതെ ബെഡിൽ കിടന്നു പോകുന്നത്, അസുഖങ്ങൾ വരുന്നത്, കിടപ്പിലാകുന്നത്. എന്തുകൊണ്ട് അസുഖം വരുന്നത്? എല്ലാ അസുഖങ്ങളും നിങ്ങളുടെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമുള്ള നെഗറ്റിവിറ്റി നിങ്ങളുടെ ബോഡിയിൽ, സ്ട്രെസ് നിങ്ങളുടെ ബോഡിയിൽ വരുമ്പോഴാണ് അസുഖം ഉണ്ടാകുന്നത്. പറഞ്ഞ മനസ്സിലായോ? എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മളുടെ ശരീരത്തിന് താങ്ങാൻ കഴിയുന്നതിനപ്പുറമുള്ള പെയിൻ, സങ്കടം, ബുദ്ധിമുട്ട്, ഈ കാര്യങ്ങൾ വരുന്നത് കൊണ്ടാണ് ശരീരം എന്തായി മാറുന്നത്? ശരീരം ഈ പറഞ്ഞിരിക്കുന്ന പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകും, ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയില്ല. സോ പീസ്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. നമുക്ക് സമാധാനമാണ് ഉള്ളത് എങ്കിൽ അതെന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തെ റിലാക്സേഷനിലേക്ക് കൊണ്ടുപോകും. ഓട്ടോമാറ്റിക്കലി ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് റിന്യൂഡ് എനർജി, നമുക്ക് എനർജി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. സോ ദ ബോഡി ത്രൈവ്സ് വെൻ ദ മൈൻഡ് ഈസ് കാം. നമ്മുടെ ശരീരം എങ്ങനെയാണ്? മനസ്സ് ശാന്തമാണ് എങ്കിൽ ശരീരം നല്ല ആരോഗ്യാവസ്ഥയിലായിരിക്കും. ഹലോ, ശരീരം അടിപൊളി എനർജി തരും, നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എനർജി ഇങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോ?
നിങ്ങളുടെ ശരീരം മനസ്സ് സമാധാനത്തിലാണെങ്കിൽ. ക്ലിയർ ആണോ? മനസ്സിൽ എല്ലാവരും വീഡിയോയിൽ നിന്ന് വരാമോ? പ്ലീസ് ബി ഇൻ വീഡിയോ. ഇസ് ഇറ്റ് യൂസ്ഫുൾ? ഇന്നത്തെ സെഷൻ യൂസ്ഫുൾ ആണോ? ഇസ് ഇറ്റ് യൂസ്ഫുൾ? കുറച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒന്ന് ജസ്റ്റ് കമന്റ് ഔട്ട്. ഞാൻ ഡിഫറെന്റ് ആംഗിളിൽ നിന്ന് പറയാണ് കാര്യങ്ങൾ കേട്ടോ. പല ആംഗിളിൽ നിന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ആംഗിളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ക്ലിക്ക് ആവും. ഏതെങ്കിലും ഒരു ആംഗിൾ, ഏതെങ്കിലും ഒരു പോയിന്റ് ക്ലിക്ക് ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ടക്ക്, നിങ്ങൾ അവിടെ നിന്ന് പൊക്കോളൂ, രക്ഷപ്പെട്ടോളൂ. കാരണം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആംഗിൾ കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഈ എന്തുകൊണ്ടാണ് ഹീലിംഗ് ഇത്രയും ദിവസമായിട്ട്, ഇത്രയും വർഷമായിട്ട് ഇത് തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് തന്നെ എല്ലാ ദിവസവും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഹീലിംഗ്. വൈ? ബിക്കോസ് നിങ്ങൾ ഹീലിംഗ് കണ്ടിന്യൂസ്ലി ഡെപ്തിൽ പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കുമ്പോൾ എപ്പോഴും അതിന്റെ അവയർനെസ് കൊണ്ട് നടക്കാന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അവയർനെസ് ഈസ് ഓൾവേസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പലപ്പോഴും എന്ന് വെച്ചാൽ ഹീൽ ചെയ്യും, ഓക്കെ ഒരു ദിവസം ചെയ്തു, ഓക്കെ ഹീലിംഗ് ചെയ്തു, അതുപോലെ മതിയോ? ഹീലിംഗ് ഇസ് എ ജേർണി, ഇറ്റ്സ് എ ലോങ് ടേം ജേർണി. ഹീലിംഗ് ചെയ്താൽ തന്നെ ബാക്കി എല്ലാ പ്രശ്നങ്ങളും തീരും. കാരണം ഇത് റൂട്ടിലുള്ള കളിയാണ്. ഈ റൂട്ടിൽ മരുന്ന് വെക്കുന്ന പരിപാടിയാണ്. അവിടെ നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മരുന്ന് വെച്ച് കൊടുത്ത് അതിങ്ങനെ ഹീലിംഗ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊണ്ടുപോകണം, അതിന്റെ അവയർനെസ് നിലനിർത്തി കൊണ്ടുപോകണം. സോ ഹീലിംഗ് നമ്മൾ ചെയ്യും തോറും നമ്മളുടെ അല്ലെങ്കിൽ അതിന്റെ അവയർനെസ് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കും തോറും നിങ്ങൾ അത് നിരന്തരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് നിരന്തരം പ്രാക്ടീസ് ചെയ്യണം. പണ്ട് മതങ്ങൾ ചെയ്ത പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. പണ്ട് മതങ്ങൾ എന്താ ചെയ്തിരുന്നത്? മതപ്രഭാഷണങ്ങൾ, പരിപാടികൾ, സംഗതികൾ, ബുക്കുകൾ, ഭഗവത്ഗീത വായിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുക, ലൈക്ക് രാമായണം വായിക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുക ഖുർആൻ ഓതുന്നു, അല്ലെങ്കിൽ ഈ സംഗതികൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാ? എല്ലാ ദിവസവും അതേ പാതയിൽ തന്നെ തുടരാനാ. അതേ പാതയിൽ തുടർന്ന് ആർക്കാ ബെനിഫിറ്റ്? നിങ്ങൾക്കാ ബെനിഫിറ്റ്. അതേ പാതയിൽ തുടർന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? സ്വർഗം കിട്ടുന്നു പറയും. എന്താ സ്വർഗം എവിടെ കിട്ടുക? ഇവിടെ കിട്ടും. അവിടുത്തെ സ്വർഗം അവിടെ നിൽക്കട്ടെ. പിന്നെ പോയിട്ടുള്ള സ്വർഗത്തിനെക്കാട്ടിലും ഇവിടുത്തെ ജീവിതം സുന്ദരമാകും, സുഖകരമാകും, എളുപ്പമാകും. അതിന് വേണ്ടിയിട്ടാണ് ഈ മതങ്ങളടക്കം ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സോ മതം ഉപയോഗിച്ചുള്ള മെത്തേഡ് എന്താ വെച്ചാൽ റിപ്പീറ്റേഷൻ. റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ പറഞ്ഞു. സോ എന്തിനാ ഇസ്ലാം മതത്തിൽ 5 വക്ത് നിസ്കരിക്കാൻ പറയുന്നത്? എല്ലാ ദിവസവും ചെയ്യാനാ പറഞ്ഞു, നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്താ കാര്യം? എല്ലാ ദിവസവും ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? അതിനെക്കുറിച്ച് അവെയർ ആകും. എപ്പോഴും ആ അവയർനെസ് ഇങ്ങനെ നിലനിൽക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ കീപ്പിംഗ് ദ അവയർനെസ്. ബോധതലത്തിൽ ഇത്തരത്തിലുള്ള ഹീലിംഗ്, ഞാൻ ഹീലിംഗ് ചെയ്യാണ്ട് ഇന്നലെ എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അപ്പൊ ഹീലിംഗ് ചെയ്യണം, ഇനിയും ചെയ്യണം, എന്നും ചെയ്യണം, എല്ലായ്പ്പോഴും ചെയ്യണം. ഹീലിംഗ് ചെയ്ത് എൻ്റെ ശരീരത്തെ എല്ലായ്പ്പോഴും ഞാൻ മനസ്സിനെ ശാന്തമാക്കി വെക്കണം, ക്ലിയർ ആക്കി വെക്കണം, പീസ്ഫുൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ശരീരം എപ്പോഴും എനർജി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ ശരീരം എപ്പോഴും എനിക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാനുണ്ടോ അതെല്ലാം ചെയ്യാനുള്ള സംഗതികൾ ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ പാറ്റേൺസ് ബ്രേക്ക് ആയിക്കൊണ്ടിരിക്കും. ഞാൻ കൂടുതൽ ഈ പാതയിൽ സ്ട്രോങ് ആയിട്ടുള്ള എൻ്റെ ലക്ഷ്യത്തിലേക്ക്, എൻ്റെ വിഷനിലേക്ക്, എൻ്റെ വലിയ ലോങ് ടേമിലുള്ള വിഷനിലേക്ക്, എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ഫ്യൂച്ചറിലേക്ക്, എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ എൻ്റെ ശരീരത്തെ അല്ലെങ്കിൽ എൻ്റെ മനസ്സിനെ, എൻ്റെ ജീവിതത്തെ അങ്ങോട്ട് നയിക്കാൻ എനിക്ക് ഈ ഒരു അവയർനെസ് എപ്പോഴും നിലനിർത്തുന്നതുകൊണ്ട് സാധിക്കും. ക്ലിയർ ആണോ? സോ ദാറ്റ്സ് വൈ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ആംഗിൾസിൽ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. It's always repeating. And you might be thinking like, come on, ഇതൊക്കെ കുറെ കേട്ടതല്ലേ, വേറെ എന്തെങ്കിലും പറയണ്ടേ? നോ, പുതുമയല്ല നമുക്ക് ആവശ്യം. സെയിം ബോറിംഗ് മാറ്റേഴ്സ് ആയിരിക്കാം. മേ ബി ഇറ്റ് ഈസ് ബോറിംഗ്, മേ ബി ഇറ്റ് ഈസ് റിപ്പീറ്റിംഗ്, ബട്ട് ദാറ്റ്സ് ഓക്കെ. ആൻഡ് റിപ്പീറ്റേഷൻ, ദാറ്റ്സ് വാട്ട് വി സ്ട്രഗിൾ. നിങ്ങളിവിടെ ഇരുന്നാൽ മതി, ഇത് കേട്ടാ മതി. റിപ്പീറ്റേഷൻ ചെയ്യാനല്ലേ നമുക്ക് പണി. ആ പണി ഞാൻ ചെയ്തു തരാം. ദാറ്റ്സ് വാട്ട് ഐ ആം ഡൂയിങ്. സോ ദാറ്റ്സ് വൈ വി ആർ ഡൂയിങ് ദിസ്. സോ ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പൊ പറഞ്ഞതുപോലെ എന്താണ്? സ്ട്രെസ് ലീഡ്സ് ടു ടെൻഷൻ, പീസ് ലീഡ്സ് ടു റിലാക്സേഷൻ ആൻഡ് ഹീലിംഗ്. പീസിൽ നിൽക്കുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി, ഹീലിംഗ് ഓട്ടോമാറ്റിക്കലി നടക്കും. എനർജി, റിന്യൂവബിൾ എനർജി എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് എല്ലായ്പ്പോഴും ഹാപ്പിനെസ് വന്നുകൊണ്ടിരിക്കും. ആ എല്ലായ്പ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഒരു ബ്ലിസ്സിലേക്ക്, വല്ലാത്തൊരു ബ്ലിസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? കടന്നു പോകും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം, ശരീരത്തിൽ എന്ന് വെച്ചാൽ നമ്മുടെ എനർജി പ്രൊഡ്യൂസ് ചെയ്ത് പല തരത്തിലുള്ള എനർജി, നെഗറ്റീവ് എനർജിയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബോഡി എന്തെങ്കിലും സ്ട്രെസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നെഗറ്റീവ് എനർജി എന്തൊക്കെയാണ്? നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ഫീൽ ചെയ്യുക. നെഗറ്റീവ് ഇമോഷൻസ് എന്തൊക്കെയാ? വെറുപ്പ്, വിദ്വേഷം, പക, സങ്കടം, കുറ്റബോധം, പേടി, ആഗ്രഹം, ഇങ്ങനെയുള്ള കുറേ സംഗതികൾ നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടന്ന് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ ശരീരത്തെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ബിലോ 200 ഫ്രീക്വൻസിക്ക് താഴെയുള്ള എനർജീസ് നമ്മൾ ഫീൽ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അനുഭവിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബോഡി എപ്പോഴും സ്ട്രെസ്സിലായിരിക്കും. And it will create a lot of chaos in your body, life. Okay. അപ്പോൾ അടുത്ത എന്താ പറയുന്നത് നോക്കാം. സോ സയൻസ് യു നീഡ് ഹീലിംഗ്. നിങ്ങൾക്ക് ഹീലിംഗ് വേണോ ഇല്ലേ എന്നുള്ളതിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് അതൊന്ന് പരിശോധിച്ച് നോക്കാം. ഒന്ന്, നിങ്ങൾക്ക് ദീസ് പാറ്റേൺസ് ആർ നോട്ട് ക്യാരക്ടർ ഫ്ലോസ്. ഇതൊന്നും നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ പ്രശ്നങ്ങളല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദീസ് ആർ സിഗ്നൽസ് ദാറ്റ് സംതിങ് ഇൻസൈഡ് ഈസ് ആസ്കിങ് ഫോർ അറ്റൻഷൻ.
അതായത് നിങ്ങൾക്ക് ചില അടയാളങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഒന്ന്, ഓവർ തിങ്കിങ് അടയാളം. ആങ്സൈറ്റി, ഭയങ്കരമായിട്ട് ഉത്കണ്ഠ വന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ ചെറിയ കാര്യത്തിന് വരെ ദേഷ്യം പിടിക്കുന്നു. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയാ, ഡിസ്പ്രൊപ്പോർഷൻ ആയിട്ടുള്ള റിയാക്ഷൻസ്, പെരുമാറേണ്ട രൂപത്തിലല്ല പെരുമാറുന്നത്. ചിലത് ഓവറായിട്ട് സന്തോഷം വരുന്നു, ചിലത് വല്ലാണ്ട് ഹെൽത്തി ആയിട്ടുള്ള രീതിയിലല്ലാതെ കറക്റ്റ് ഒരു അളവിലല്ലാത്ത രീതിയിലുള്ള ഇമോഷൻസ്. പെട്ടെന്ന് ദേഷ്യം വരിക, ഭയങ്കരമായിട്ട് ചെറിയ കാര്യത്തിന് ഒരു ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുക. ഓക്കെ, ലോ സെൽഫ് വർത്ത്. നമുക്ക് നമ്മളോട് വെച്ചാൽ ഞാൻ പോരാ എന്നുള്ള തിങ്കിങ് ഫണ്ടമെന്റലി നമ്മൾ ഫീൽ ചെയ്യുക, അടിസ്ഥാനപരമായിട്ട് നമുക്ക് നമ്മളോട് ഫീൽ ചെയ്യുക ഐ എം നോട്ട് ഗുഡ് ഇനഫ്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനത്തെ ഫീലിങ്സ്. അല്ലെങ്കിൽ പിന്നെ റിപ്പീറ്റിംഗ് പ്രോബ്ലംസ് നമ്മുടെ ലൈഫിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വെൻ ദ സെയിം സിറ്റുവേഷൻ കീപ്സ് അപ്പിയറിംഗ് ദ പാറ്റേൺ ഈസ് ആസ്കിംഗ് ടു ബി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെയൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ ചിന്തിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇങ്ങനെയാണ്, ഇതാണ് ഞാൻ. യശോറാ, നമ്മളൊരു സെൽഫ് ഇമേജ് അങ്ങ് കൊടുക്കും, ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയാണ്, ഞാൻ ഇതാണ്. ഇപ്പൊ സുൽഫ ചിന്തിക്കുക, സുൽഫ എന്ന് പറയുന്ന വ്യക്തിക്ക് നമുക്കൊക്കെ എല്ലാവർക്കും എന്തുണ്ട്, നമ്മൾ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇമേജ് കൊടുക്കാനുണ്ട്. യശോറാ, ആ ഇമേജ് എന്താ? നമ്മൾ കൊടുക്കുന്ന ഇമേജ് എന്താ? കൺസിസ്റ്റൻസി ഇല്ലാത്ത, ഓക്കെ, മടിയുള്ള, ചെറിയ കാര്യത്തിന് ടെൻഷൻ അടിക്കുന്ന, ചെറിയ കാര്യത്തിന് ദേഷ്യം പിടിക്കുന്ന, ചെറിയ കാര്യത്തിന് വിഷമിക്കുന്ന, ഒരു പെട്ടെന്ന് വിഷമം വരുന്ന, ഇങ്ങനെയുള്ള ഒരു ഇമേജ് നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ, ഒരു നല്ലതല്ലാത്തൊരു ഇമേജ്. അതൊക്കെ നമ്മളുടെ ഒരു ക്യാരക്ടർ ഫ്ലോ, നമ്മളുടെ സ്വഭാവത്തിന്റെ വൈകല്യമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ വ്യക്തിത്വമായിട്ട് നമ്മൾ പലപ്പോഴും കണക്ട് ചെയ്യാറുണ്ട്. ആക്ച്വലി മനസ്സിലാക്കേണ്ടത് അത് വ്യക്തിത്വമല്ല, അത് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരം നിങ്ങളോട് സംസാരിക്കുകയാണ്, എടോ ഇവിടേക്കൊന്ന് ശ്രദ്ധിക്കുക, നിനക്കിവിടെ ഒരു പ്രശ്നമുണ്ട്, പ്ലീസ് ലിസൺ ടു ദിസ്. ഈ ഏരിയയിൽ നിനക്ക് ഹീലിംഗ് ആവശ്യമുണ്ട്, ഇവിടെ നിനക്ക് ചില പ്രയാസങ്ങളുണ്ട്, കൺസിസ്റ്റൻസി ഇല്ല എന്ന് പറഞ്ഞു രതി മാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ രതി മാം അതൊന്ന് ശരീരം പറയാണ് രതി മാമിനോട്, എടോ ആ കുറെ കാലമായിട്ട് എന്നെ ഇങ്ങോട്ട് നടക്കുന്നു, എടോ ഇവിടെ ഒരു പ്രശ്നം പരിഹരിക്കാണ്ടോ, താൻ ഇങ്ങോട്ടൊന്ന് നോക്കും. ഈ ഗോട്ട് ഇറ്റ്? മറിച്ച് അത് തന്റെ വ്യക്തിത്വമല്ല, താനല്ല അത്. അതെന്താണ്? നമ്മുടെ ശരീരം നമ്മളോട് പറയണം എന്താ വെച്ചാല്, നമുക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട്, പരിഹരിക്കണം. ക്ലിയർ ആണോ? നമുക്ക് ഇവിടെ ഒരു പ്രശ്നമുണ്ട്, പരിഹരിക്കണം. സോ ഇറ്റ്സ് നോട്ട് ക്യാരക്ടർ ഫ്ലോ, ഇറ്റ്സ് നോട്ട് യുവർ ഇമേജ്, ഇറ്റ്സ് നോട്ട് ഹൂ യു ആർ. അതല്ല നിങ്ങള്, അത് നിങ്ങളുടെ ശരീരം പറയുകയാണ്, ഇത് ശ്രദ്ധിക്കുക. ഇങ്ങനെ കാലങ്ങളായിട്ട് പറയുന്ന കുറെ സാധനങ്ങളില്ലേ, അതിനെയാണ് നമ്മൾ വിളിക്കുന്ന പാറ്റേൺസ്. സോറി, ആ കാലങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഓവർ തിങ്കിങ് ഉണ്ടോ? അപ്പൊ ശരീരം എന്താ പറയുന്നത്? ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ശരീരം നിങ്ങൾക്കൊരു അടയാളം കാണിച്ചു തരും. ഇത് തീരെയും മൈൻഡ് ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് അസുഖമായിട്ട് മാറും. അപ്പൊ ശരീരം ഒന്നുകൂടി സ്ട്രോങ് ആക്കി കാണിച്ചു തരികയാണ്, താൻ ശ്രദ്ധിക്കടോ. അപ്പൊ തീരെ നിങ്ങൾ ശ്രദ്ധിച്ചില്ല, അവസാനം നിങ്ങളെ കിടപ്പിലാക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കും. തീരെ അനങ്ങാൻ വയ്യാതെ ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഡോക്ടറെ അടുത്ത് പോകും, അല്ലെങ്കിൽ മെഡിസിൻ എടുക്കും, സപ്പോർട്ട് എടുക്കും, റെസ്റ്റ് എടുക്കും, കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഡോക്ടർ പറയും നിങ്ങളോട് നടക്കണം, അല്ലെങ്കിൽ എന്ത് ചോദിച്ചാൽ ഇങ്ങനെ മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യണം, മനസ്സിൽ സ്ട്രെസ് ഒന്നും വെക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് തുടങ്ങും. അങ്ങനെ ഫൈനലി നിങ്ങൾ ഹീലിംഗ് പ്രോഗ്രാമിലേക്കൊക്കെ എത്തും. യെസ്. അപ്പൊ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ദീസ് ആർ നോട്ട് ക്യാരക്ടർ ഫ്ലോസ്. നിങ്ങളല്ല ഇത്, നിങ്ങളുടെ വ്യക്തിത്വമല്ല. ഇതെന്താണ്? ഇതൊരു അടയാളമാണ്. നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് എന്താണ് സംഭവിക്കുന്നത്, നിങ്ങളുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് നിങ്ങളുടെ ശരീരം. ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? സോ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ വെച്ചാൽ ഇൻസ്പേസ് അക്കാഡമി നമ്മളുടെ സ്കൈലറിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. ഏത്? EFT പ്രോഗ്രാമുകൾ ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ ഓവർ തിങ്കിങ് ഉണ്ടോ? അപ്പം ഓവർ തിങ്കിങ് ആൻഡ് ആങ്സൈറ്റി ഉണ്ടെങ്കിൽ മൈൻഡ് ദാറ്റ് കനോട്ട് റെസ്റ്റ് ഈസ് ഓഫൻ ക്യാരിയിങ് അൺറിസോൾവ് ഇമോഷണൽ വെയിറ്റ്. ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള വെയിറ്റ് നമ്മൾ കൊണ്ട് നടക്കുന്നു. ഈ കൊണ്ട് നടക്കുന്നത് കൊണ്ട് അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഉണ്ട് എങ്കിൽ ഓവർ തിങ്കിങ് ഉണ്ടാവും. അപ്പൊ ശരീരം എന്താ പറഞ്ഞു തരുന്നത്? ഓവർ തിങ്കിങ് ആങ്സൈറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറഞ്ഞു തരുന്നത്? എടോ, താൻ റിസോൾവ് ചെയ്യാതെ കൊണ്ട് നടക്കുന്ന ഒരുപാട് ഇമോഷൻസ് നിന്റെ ശരീരത്തിലുണ്ട്, അത്
താൻ ക്ലിയർ ചെയ്യാൻ സമയമായിട്ടോ എന്ന് പറഞ്ഞു തരികയാണ്. ഹലോ, ഓക്കെ. ഇനി ഇമോഷണൽ ട്രിഗർ, ദേഷ്യം വരികയാണ്. ഇതാണെങ്കിൽ എന്താ പറഞ്ഞു തരുന്നത്? സ്ട്രോങ് ഓർ ഡിസ്പ്രൊപ്പോർഷനേറ്റ് റിയാക്ഷൻസ് ടു സിറ്റുവേഷൻസ് പോയിന്റ്സ് ടു ഡീപ്പർ വൂണ്ട്സ് ബിനീത്ത് ദ സർഫേസ്. നമ്മുടെ ഉള്ളിൽ നമ്മൾ പുറമെ കാണുന്നതിന് അപ്പുറത്തേക്കുള്ള വലിയ പ്രശ്നങ്ങൾ ഉള്ളിൽ നടക്കുന്നത് കൊണ്ടാണ് ചെറിയ കാര്യത്തിന് പോലും ദേഷ്യം വരുന്നത്. എന്താണ് താൻ ഇഗ്നോർ ചെയ്യുന്നത്? എന്താണ് തൻ്റെ ഉള്ളിൽ സങ്കടമായി കൊണ്ടു നടക്കുന്നത്? എന്താണ് തനിക്ക് ഫിക്സ് ചെയ്യേണ്ടത്? ദർ ഇസ് എ പ്രോബ്ലം ഗോയിങ് ഇൻ യുവർ ലൈഫ്. ഇൻ വിച്ച് ഏരിയ നീ ഹാപ്പി അല്ലാത്ത ഏത് ഏരിയയാണ് ഉള്ളത് എന്ന് നമ്മളോട് ചോദിക്കണം. ഞാൻ ഹാപ്പി അല്ലാതെ ഏത് ഏരിയയാണ് എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഉള്ളത്? എനിക്ക് വിഷമമുള്ള ചില കാര്യങ്ങളുണ്ടല്ലോ എൻ്റെ ഉള്ളിൽ, ഞാനിങ്ങനെ മറച്ചു പിടിച്ച് കൊണ്ടു നടക്കുക. യസോർണം അന്ന് എഴുതി വെക്കും. അപ്പൊ സെൽഫ് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് യു ഷുഡ് ആസ്ക്. വേർ ആം ഐ ഫീലിംഗ് നോട്ട് ഓക്കെ? വേർ ഐ ആം ഫീലിംഗ് അൺഹാപ്പി? നമ്മളോട് ചോദിക്കുകയാണ്. നമ്മളോട് ചോദിക്കും. ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. സെൽഫ് ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ എവിടെയാണ് സങ്കടപ്പെട്ടിരിക്കുന്നത്, എവിടെയാണ് എൻ്റെ കാര്യങ്ങൾ റെഡി അല്ലാത്തത്? എൻ്റെ ജോലി റെഡിയല്ല, എനിക്ക് പണമില്ല, എനിക്ക് നല്ല വരുമാനമില്ല, ഞാൻ ഒറ്റക്കായിട്ടുണ്ട്, എൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല, എൻ്റെ ഹെൽത്ത് വീക്കായിട്ടുണ്ട്, എനിക്ക് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട്. എവിടെയാണ് നിങ്ങൾ ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നത്? നിങ്ങളുടെ ലൈഫിൽ എവിടെയാണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത്? ആ സ്ട്രഗിൾ ചെയ്യുന്ന ഏരിയാസ് നിങ്ങൾ നോക്കി നോക്കൂ. ലിസൺ ടു ദാറ്റ്. അതിങ്ങനെ മറച്ചു പിടിച്ചിട്ട് അത് അഡ്രസ്സ് ചെയ്യാതെ, അതിനൊരു സമാധാനം കൊടുക്കാതെ, അതിനെ ഒന്ന് ഹീല് ചെയ്യാതെ, അതിനെ ഒന്ന് കേൾക്കാതെ, അതിനെ ഒന്ന് മനസ്സിലുണ്ടോ? നിങ്ങളുടെ ശരീരം നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നുണ്ട് ശരിയല്ല, ഈ കാര്യം ശരിയല്ല, അപ്പൊ എന്നിട്ട് അത് ഇഗ്നോർ ചെയ്ത് നടക്കുകയാണ്. അത് ഹീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല. അത് ഹീൽ ചെയ്യാൻ ഇരിക്കാൻ തയ്യാറാണോ? അല്ല. അത് ഹീൽ ചെയ്യാൻ മടിയാണോ? യെസ്. അത് അഡ്രസ് ചെയ്യുന്നുണ്ടോ? അത് അവിടെ നിൽക്കട്ടെ, അത് നമുക്ക് റെഡി ആയിക്കോളും. അവോയ്ഡ് ചെയ്യുന്ന ആ വിഷമമുള്ള ഏരിയ ഏത്? അവിടെയാണ് തൻ്റെ പ്രോബ്ലം കിടക്കുന്നത്. അവിടെയാണ് തനിക്കുള്ള ഹീലിംഗ്, അവിടെയാണ് തനിക്കുള്ള ഉത്തരം കിടക്കുന്നത്, അവിടെയാണ് നിന്റെ സൊല്യൂഷൻ കിടക്കുന്നത്, അവിടെയാണ് നിന്റെ വിജയത്തിലേക്കുള്ള മാറ്റത്തിലേക്കുള്ള കവാടത്തിന്റെ വാതില് നീ അടച്ചിട്ടിരിക്കുന്നത്. അത് തുറക്കുക, ആ അറക്കുള്ളിൽ പ്രവേശിക്കുക. എന്നിട്ട് അതിലുള്ള പ്രശ്നങ്ങൾ എടുത്ത് പുറത്തെടുത്തിട്ട് കളഞ്ഞിട്ട് അവിടെ ക്ലിയർ ആക്കി വൃത്തിയാക്കി, അപ്പോൾ ആ റൂമിൽ നിന്ന് അടുത്തൊരു ഡോറ് നിങ്ങൾക്ക് ഓപ്പൺ ആവും. ആ ഡോറാണ് നിങ്ങൾക്ക് വിജയത്തിലേക്കുള്ള ഡോറ്. ക്ലിയർ ആണോ? സോ വാട്ട് ഈസ് ഹോൾഡിങ് യു ബാക്ക്? നിങ്ങൾ ഈ മാസ്ക് ഇട്ട് ആരെ കാണിക്കാനാണ് നടക്കുന്നത്? ഞാൻ ഓക്കെയാ, എൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക, ഞാൻ ഹീലിംഗിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഞാൻ ഹീലിംഗ് എടുത്തിട്ടുണ്ട്, ഞാൻ ഓക്കെയാ, ഞാൻ കുറെ ചെയ്തിട്ടുണ്ട്, ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും ചെയ്യുന്നു, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുന്നു, ഞാൻ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നു. ഐ ആം ഓക്കെ. നോ, യു ആർ നോട്ട്. യു നോ ദാറ്റ്. ഡോണ്ട് ഫൂൾ യുവർസെൽഫ്. ഡോണ്ട് ബി സ്റ്റുപ്പിഡ്. നിങ്ങളെ പറ്റിക്കരുത്. There are areas that you are ignoring, you are running away from. ഇപ്പോഴും ഹീൽ ചെയ്യാതെ ഒളിച്ചോടുന്ന, നാച്ചുറലി ഒളിച്ചോടും, നിങ്ങൾ പോലും അറിയുന്നില്ല കേട്ടോ നിങ്ങൾ ഒളിച്ചോടുന്നത്. ഹലോ, കാരണം അത് ബുദ്ധിമുട്ടുള്ള പണിയാണ്, അത് ഇഷ്ടമില്ലാത്ത ഏരിയയാണ്, ആ പ്രശ്നം അതവിടെ കിടക്കട്ടെ. ചെയ്യാം, ഞാൻ ചെയ്തോളാം, ഞാൻ ചെയ്യും. നോ, പിന്നെ ചെയ്യാം, കുഴപ്പമില്ല, കാര്യങ്ങൾ കുഴപ്പമില്ല. എന്ന കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് സംഭവം? കുറെ ചെയ്തു, കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറെ കാര്യങ്ങൾ ഹീൽ ചെയ്തു, കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇനിയും ഒക്കെ ആക്കുന്നുണ്ട്. ചില ആൾക്കാർ, ഇതിപ്പോ ഹീൽ ചെയ്ത ആൾക്കാരുടെ അവസ്ഥയായിട്ടോ ഞാൻ പറയുന്നത്. ഹീൽ ചെയ്യാത്ത ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് എന്താ വെച്ചാല് അവരെ കംപ്ലീറ്റ്ലി അടച്ചിട്ടിരിക്കുക, തുറക്കാനേ വയ്യ. ഓ വേണ്ട, ആ റൂം തുറക്കണ്ട, അത് മറ്റേ മണിച്ചിത്രത്താഴെ മറ്റേ മുകളിലത്തെ അറയാണ്. ഏത് മനസ്സിലാകുന്നുണ്ട്? അവിടെ വേറെ ആരോ ഉണ്ട്, തുറക്കേണ്ടത് അറിയാം. തുറന്നു കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു.
ഞാനില്ല, തീർന്നു, കത്താം, ടാറ്റ, ബൈ. മനസ്സിലാവുണ്ടോ? ആ അവസ്ഥയാണ്. ലൈക്ക് ജസ്റ്റ് യു ഡോണ്ട് വാണ്ട് ടു ഓപ്പൺ. ബട്ട് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങൾ പ്രവേശിക്കാൻ ഭയപ്പെടുന്ന ആ റൂമിനകത്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ നിധി ഒളിഞ്ഞു കിടക്കുന്നത്. കവിത ചെയ്തു, ഡു വി ഹാവ് ടു ചേഞ്ച് ദ എൻവയൺമെന്റ് ടു ഫോർ കംപ്ലീറ്റ്? നോ. നമ്മൾ കംപ്ലീറ്റ് ഹീലിംഗിന് വേണ്ടിയിട്ട് എൻ്റെ എൻറ്റയർ സിറ്റുവേഷൻസ് ചേഞ്ച് ചെയ്യണം? നോ. നിങ്ങൾ ഡെപ്തിലേക്ക് ഹീലിംഗ് നടന്നു കഴിഞ്ഞാൽ, അതായത് ഡീപ്പർ ലെവൽ അഡ്വാൻസ് പ്രോഗ്രാം ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യണം, വരാൻ പോകുന്നുണ്ട്. സോ അത് ഹീല് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സിറ്റുവേഷൻ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. ബിക്കോസ് നിങ്ങൾ ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിലൊരു ഭയങ്കര ഉള്ളിൽ ഹീലിംഗ് നടക്കുന്നത്, പുറത്തെ എൻവയോൺമെന്റ് അല്ല. പുറത്തെ എൻവയോൺമെന്റ് ആക്ച്വലി പ്രശ്നമേ അല്ല. ഈ എൻവയോൺമെന്റ് നമ്മളെ ബാധിക്കുന്നതാണ് പ്രശ്നം. മനസ്സിലാണോ? ഈ എൻവയോൺമെന്റ് ബാധിക്കാത്ത തരത്തിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് ഹീലായാൽ ഒന്നും ബാധിക്കുന്നില്ല. അവർ പറയും കല്ലായി മാറി. യെസ്, കല്ലായി മാറി. കല്ലെന്ന് പറയുന്നത് സ്ട്രോങ് അല്ലെ? രണ്ട് രീതിയിൽ കല്ല. ഏത്? അനങ്ങാൻ വയ്യാത്ത ഉറച്ച കല്ലായി പോയിട്ട് സ്റ്റക്കായി പോകുന്ന ഒരവസ്ഥ. ഇത് ട്രോമ അടിച്ചടിച്ചടിച്ചടിച്ച് കല്ലായി പോകും അല്ലെ? പെയിനോട് കടന്നു പോയി കിടന്ന് ഇമോഷൻസ് ഒന്നും ഫീൽ ചെയ്യാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥ. അങ്ങ് മറിച്ചിട്ടാൽ ചിലപ്പോൾ അങ്ങ് വീഴും. അപ്പം വീണാലും അവിടെ കിടക്കും. അതിന് പറയാം ആ കല്ലല്ല ഉദ്ദേശിക്കുന്നത് നമ്മൾ. ആ കല്ലായ അവസ്ഥയുണ്ട്, കടന്നുപോയി. അതല്ല. ഹീൽ ചെയ്തിട്ട് സ്ട്രോങ് ആകുന്ന ഒരവസ്ഥയുണ്ട്. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ യു ബിക്കം എ ഡയമണ്ട്. അതും കല്ലാണ്. ഒന്നെന്താണ്, ഒരു പക്ക ഒന്നും എന്താ പറയാ, ഒന്നും ചെയ്യാൻ കഴിയാതെ സ്റ്റക്കായി പോയിട്ടൊരു കല്ലായി പോകുന്ന അവസ്ഥ. പക്ഷെ ഏത് കല്ലായാലും ഒരു കാര്യം മനസ്സിലാണ്, മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഏത് കല്ലാണെങ്കിൽ പോലും ആ കല്ല് വെച്ചിട്ട് വീട് പണിയാൻ പറ്റും. പക്ഷേ ചില കല്ല് വീക്കാണെങ്കിൽ അത് തകരും. പക്ഷെ ഡയമണ്ട് ആയി മാറിക്കഴിഞ്ഞാൽ, വെൻ യു ബിക്കം ആസ് എ ഡയമണ്ട്, നിങ്ങളെ ഒരാൾക്കും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. വേറൊരു ഡയമണ്ടിനെ അല്ലാതെ ഈ ഒരു ഡയമണ്ടിനെ കട്ട് ചെയ്യാൻ പറ്റില്ല. ഈ ഡയമണ്ട് കൊണ്ട് എന്തും കട്ട്, ഭയങ്കര ഷാർപ്പായിരിക്കും, സ്ട്രോങ് ആയിരിക്കും. അപ്പൊ അത് ഹീലിംഗ് നടന്നു കഴിഞ്ഞാൽ നമ്മുടെ സിറ്റുവേഷൻസ് നമ്മളെ ബാധിക്കാതെയോ. നമ്മൾ വേറൊരു ലോകമാണ്, വേറെ ലോകത്താണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ എനർജി ലെവൽ ഭയങ്കര സ്ട്രോങ് ആണ്. ക്ലിയർ ആണോ? ആ ലെവൽ ഓഫ് ഹീലിംഗ് നടക്കണം. ഇസ് ഇറ്റ് ഈസി? അത് ഈസി ആണോ? അത്ര എളുപ്പമൊന്നുമല്ല. ഉള്ളത് പറയാം. എന്താ കാരണം? തുറക്കാതെ കിടക്കുന്ന ഇനിയും കുറെ അറകളുണ്ട്. ആ അറകളൊക്കെ തുറക്കണം. ഏത്? ഒരുപാട് അറകൾ ഇനിയും ഇഗ്നോർ ചെയ്ത് കിടക്കുന്ന അറകളുണ്ട്. ആ അറകളൊക്കെ തുറന്ന് നമ്മൾ ഹീലിംഗിലൂടെ കടന്നു പോകണം. യെസ് യാ, മനസ്സിലാവുണ്ടോ? അപ്പൊ ആ ഹീലിംഗിലൂടെ ആ തുറക്കാതെ കിടക്കുന്ന ഈ അറകൾ ഏതാണ്? ആസ്ക് യുവർ സെൽഫ്. So strong display of emotions, feeling fundamentally not enough, display formed by experience, and it can be changed. Law of self-worth ഉണ്ടാവും. അത് നമുക്ക് ഇതേപോലെ എന്താ വെച്ചാൽ സർ സ്ട്രിക്റ്റ് ആണോ?
സോറി, ഐ എം സോ സോറി ഫോർ ദാറ്റ്. ചെറിയൊരു ഡിസ്കണക്ഷൻ ഉണ്ടായി. എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കാവോ? ഹോസ്റ്റ് ആക്കാവോ? ഓക്കെ. സോ പറഞ്ഞു വന്നത് എന്താണ്? നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, എനിക്ക് എന്തുകൊണ്ട് ഈ പ്രോബ്ലംസ് വന്നുകൊണ്ടേയിരിക്കുന്നു, അല്ലെ? എൻ്റെ ലൈഫിലേക്ക് ഈ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ചോദിക്കുന്നതിന് പകരം നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടത് എന്താണ്? എനിക്ക് എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന ചോദ്യം ചോദിക്കുന്നതിന് പകരം നമ്മൾ ചോദിക്കേണ്ടത് വാട്ട് ഇറ്റ് ഈസ് ടെല്ലിങ് മീ. ഇതെന്താണ് എന്നോട് പറയാൻ ശ്രമിക്കുന്നത്? എന്നോട് എന്തോ കാണിച്ചു തരാൻ ശ്രമിക്കുകയാണ്. എടാ, ഇവിടെ പ്രശ്നമുണ്ട്, ലുക്ക് അറ്റ് ഹിയർ. മനസ്സിലാകുന്നുണ്ടോ? സോ നമ്മൾ എന്താ വേണ്ടത്? ഹീലിംഗിലേക്ക് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കൊടുക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ നമ്മളോട് വാട്ട് ഇറ്റ് ഈസ് ട്രൈങ് ടു ടെൽ മീ. എന്താണ്? ക്വസ്റ്റൻ എഴുതി വയ്ക്കുക. വാട്ട് ഇറ്റ് ഈസ് ട്രൈങ് ടു ടെൽ മീ എഴുതി വയ്ക്കുക. വാട്ട് ഇറ്റ് ഈസ് ട്രൈങ് ടു ടെൽ മീ. എന്താണ് എന്നോട് ഇത് പറയാൻ ശ്രമിക്കുന്നത്? ഇത് പറയാൻ ശ്രമിക്കുന്നത് ഓക്കെ, ഇവിടേക്ക് ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇത് നീ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. ഇത് നീ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പണി കിട്ടാൻ പോവാണ്. ഇത്രയും കാലം നിനക്ക് ഇത് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക. എടാ, നീ ശ്രദ്ധിക്കടാ, ശ്രദ്ധിക്കടാ, ഇത് ശ്രദ്ധിക്കടാ. മനസ്സിലായോ? നീ എന്താ ശ്രദ്ധിക്കാതെ? നീ എന്താ വീണ്ടും മിസ്റ്റേക്ക് ചെയ്യുന്നത്? ആൻഡ് ദാറ്റ്സ് വാട്ട് ഈസ് ട്രൈങ് ടു ടെൽ യു. നിങ്ങളുടെ ശരീരം മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടോ, വിഷമമുണ്ടോ, പ്രയാസമുണ്ടോ, സ്ട്രഗിൾ ഉണ്ടോ, പ്രോബ്ലംസ് ഉണ്ടോ? അതൊരു വെളിച്ചം കാണിച്ചു തരലാണ്. എവറി പ്രോബ്ലം ഈസ് എ ടോർച്ച്. എവറി പ്രോബ്ലം ഈസ് എ ലൈറ്റ്. മനസ്സിലാവുന്നുണ്ടോ? എവറി പ്രോബ്ലം ഈസ് എ ടോർച്ച്. ഈ പ്രോബ്ലമിലേക്ക് എന്താ സംഭവിക്കാം? ഇതിലും വലിയ പ്രശ്നത്തിൽ ചെന്ന് ചാടും. അപ്പൊ കാണിച്ചു തരിക, പ്രശ്നങ്ങൾ കാണിച്ചു തരിക. സോ വാട്ട് എവർ ദാറ്റ് പ്രോബ്ലം ഇസ് ദർ, ഇറ്റ്സ് എ സൈൻ. ഒരു അടയാളമാണ് നമ്മുടെ ശരീരം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് കാണിച്ചു തരികയാണ്. സോ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ടത് എന്താണ്? റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതിന് അർത്ഥം എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സൈൻ, അതൊരു അടയാളമാണ്. എന്ത്? ആസ്കിങ് ടു ബി സീൻ ആൻഡ് ഹീൽഡ്. ദ പാറ്റേൺ എന്താ പറയുന്നത് നമ്മളോട്? എടോ, നമ്മളോട് നോക്കടോ, ഇങ്ങോട്ട് നോക്കടോ, എന്നിട്ട് ഇത് ഹീൽ ചെയ്യടോ എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഈ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ എടുക്കുമ്പോഴാണ് ഹീലിംഗ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. ഇത് സെൽഫ് ഹീലിംഗ് പ്രോസസ് എങ്ങനെയാണ് നടക്കുന്നത്? 5 സ്റ്റെപ്പുകളിലൂടെയാണ് നടക്കുന്നത്. ഇതുകൂടെ പറഞ്ഞിരുന്നത് സെഷൻ അവസാനിപ്പിക്കാം. സോ ഹീലിംഗ് ഫോളോസ് എ നാച്ചുറൽ സീക്വൻസ്. നാച്ചുറൽ സീക്വൻസ് ഉണ്ട്. അതിനൊരു പ്രകൃതിപരമായിട്ട് തന്നെ ഉള്ള ഒരു ക്രമമുണ്ട്. ആ ക്രമം എന്താണ്? ഈച്ച് ബിൽഡ്സ് അപ്പോൺ ദ ലാസ്റ്റ്. മനസ്സിലാവുണ്ടോ? എല്ലാം എന്താ പറയുക? ഈച്ച് ബിൽഡ്സ് അപ്പോൺ ദ ലാസ്റ്റ് ആൻഡ് ക്രിയേറ്റിംഗ് ലാസ്റ്റിംഗ് ട്രാൻസ്ഫർമേഷൻ. ഓരോ സ്റ്റെപ്സും അതിന്റെ തൊട്ടു മുകളിലുള്ള, എന്താ പറയുക, തൊട്ട് മുൻപിലുള്ള സ്റ്റെപ്പിന്റെ മുകളിലാണ്. എന്താ വെച്ചാൽ അതായത് ഒരു സ്റ്റെപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് വർക്ക് ആവണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് വേണം. മനസ്സിലായോ? തേർഡ് സ്റ്റെപ്പ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് വേണം. ഫോർത്ത് സ്റ്റെപ്സ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തേർഡ് സ്റ്റെപ്പ് വേണം. ഫിഫ്ത്ത് സ്റ്റെപ്പ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർത്ത് സ്റ്റെപ്സ് വേണം. ക്ലിയർ? സോ ഒരു ലാസ്റ്റിംഗ് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈ 5 സ്റ്റെപ്സുകൾ വേണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവയർനെസ് ആണ്. എന്താണ്? അവയർനെസ്. സീ വാട്ട് ഈസ് ട്രൂലി ഹാപ്പനിങ് വിത്തിൻ യു. നമ്മൾ ഇന്ന് ചെയ്ത കാര്യം, ഇന്നത്തെ ഈ ഒരു സെഷൻ ഒരു അവയർനെസ് ആണ്. ബോധതലത്തിൽ നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് എന്താണ് സംഭവിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളൊന്ന് നോക്കുക. എവിടെയാണ് പ്രശ്നം? എന്താണ് ആക്ച്വൽ പ്രോബ്ലം? വാട്ട് ഈസ് ഹാപ്പനിങ്? എൻ്റെ ശരീരം എന്താണ് എന്നോട് പറയാൻ ശ്രമിക്കുന്നത്? എൻ്റെ പ്രശ്നങ്ങൾ എന്നോട് എന്താ പറയാൻ ശ്രമിക്കുന്നത്? എന്താണ് ഞാൻ ഹീൽ ചെയ്യേണ്ടത്? എന്തൊക്കെ വിഷയങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നു? എന്തെല്ലാം സ്ട്രെസ് എൻ്റെ ബോഡിയിലുണ്ട്? ഏത് സ്ട്രെസ്സിലാണ്, ഏത് വിഷമത്തിലൂടെ ഞാൻ കടന്നു പോകുന്നു? നിങ്ങൾ പ്രശ്നമുണ്ടെന്നുള്ളത് അവെയർ ആവുക. ഓക്കെ, നെക്സ്റ്റ് അക്സെപ്റ്റൻസ്. അടുത്ത എന്താ? സ്റ്റോപ്പ് ഫൈറ്റിംഗ് വാട്ട് ഈസ്.
ഈ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെ ഫൈറ്റ് ചെയ്തിട്ട് കാര്യമില്ല, അക്സെപ്റ്റ് ചെയ്യണം. ഹീലിംഗ് നടക്കണതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? അക്സെപ്റ്റൻസ് ആണ്. ഇതിനോട് ഇപ്പൊ അധികം ആൾക്കാർ ചെയ്യുന്ന കാര്യം എനിക്ക് അത് നടക്കുന്നില്ല, എന്തോ അത് നടക്കാത്തേ, അത് എനിക്ക് ഫിക്സ് ചെയ്യണം, എനിക്ക് പെട്ടെന്ന് റിസൾട്ട് വേണം. എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് ഇതിൽ നിന്ന് പുറത്ത് കിടക്കണം, എനിക്ക് വയ്യ, മടുത്ത്, ഞാൻ എന്ത് ചെയ്യും? ഇറ്റ്സ് കോൾഡ് ഫൈറ്റ്. ക്ലിയർ ആണോ? ഈ അവസ്ഥയെ വെറുക്കരുത്, ഈ അവസ്ഥയിൽ ദുഃഖിക്കരുത്, ഈ അവസ്ഥയിൽ വിഷമിക്കരുത്, ഈ അവസ്ഥയോട് ഫൈറ്റ് ചെയ്യരുത്, ഈ അവസ്ഥ വേണ്ട എന്ന് പറയരുത്. ഈ അവസ്ഥയെ ഭയങ്കരമായിട്ട് ഇങ്ങനെ അതിന്റെ മുകളിൽ ഇങ്ങനെ ഞാൻ എന്താ ചെയ്യുക, എനിക്ക് മട്, ദിസ് ഈസ് ഫൈറ്റിംഗ്. സോ ഡോണ്ട് ഫൈറ്റ് യുവർ പ്രോബ്ലംസ്. ഹീലിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ദം. ഇപ്പൊ പറയും സാറിന് പറഞ്ഞാൽ മതി, അക്സെപ്റ്റ്. എന്തൊരു സുഖം അല്ലെ? അക്സെപ്റ്റ് ചെയ്യാൻ കഴിയൂല. ഐ അണ്ടർസ്റ്റാൻഡ്. അക്സെപ്റ്റ് അക്സെപ്റ്റ് അക്സെപ്റ്റ്. ഞാനല്ലേ അനുഭവിക്കുന്നേ ഈ പ്രോബ്ലത്തിനൊക്കെ, ഞാൻ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാനില്ല? ഐ അണ്ടർസ്റ്റാൻഡ്. അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല, ഐ അണ്ടർസ്റ്റാൻഡ്. പ്രയാസമുണ്ടാകും. പക്ഷേ നമ്മൾ ഫൈറ്റ് ചെയ്യും തോറും വാട്ട് ഹാപ്പൻസ്, വട്ട് എവർ യു റെസിസ്റ്റ് ഇറ്റ് വിൽ എക്സ്പാൻഡ്. ദ റിയാലിറ്റിയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ എന്ത് റെസിസ്റ്റ് ചെയ്യുന്നുവോ, എന്തിനെ എതിർക്കുന്നുവോ, അത് ഡബിൾ ആയിക്കൊണ്ടിരിക്കും. എന്തിനെ ഫൈറ്റ് ചെയ്യുന്നുവോ അത് കൂടുതൽ ഡബിൾ ആവും. കാരണം നമ്മൾ പ്രോബ്ലത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. അതിന് മറിച്ച് നമ്മൾ എന്താ വെച്ചാൽ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ വെച്ചാൽ ഓക്കെ പ്രോബ്ലം ഉണ്ട്, ഐ അണ്ടർസ്റ്റാൻഡ്, ഓക്കെ ഇറ്റ്സ് ഓക്കെ, പ്രോബ്ലം ഉണ്ട്. എന്നിട്ട് അതിനെടുത്തിട്ട് എന്ത് പ്രോബ്ലം ഉണ്ട്, അപ്പൊ തന്നെ എന്തുണ്ട്? പ്രോബ്ലം ഉണ്ട്. അവിടെ യുദ്ധം മാറ്റിയിട്ട് പ്രോബ്ലം ഉണ്ട്, ഐ അണ്ടർസ്റ്റാൻഡ്. അവിടെ നിൽക്കട്ടെ. അപ്പൊ എന്തായി? ഒരു പ്രോബ്ലം അത് അവിടെ എടുത്ത് വെച്ചു, അടുത്ത പ്രോബ്ലം ഇവിടെ എടുത്ത് വെച്ചു, അടുത്ത പ്രോബ്ലം ഇവിടെ എടുത്ത് വെച്ചു, അടുത്ത പ്രോബ്ലം ഇവിടെ എടുത്ത് വെച്ചു. എല്ലാത്തിനെയും അക്സെപ്റ്റ് ചെയ്യും. ഐ അണ്ടർസ്റ്റാൻഡ്, ഈ പ്രോബ്ലം ഇവിടെ ഉണ്ട്, ഞാനത് അക്സെപ്റ്റ് ചെയ്യും, എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നതിന് പകരം യെസ്, ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഒരു ശാന്തമായ മനസ്സോട് കൂടിയിട്ട് ആ പ്രോബ്ലത്തെ എതിർക്കാതെ, എനിക്കിത് വേണ്ട എന്ന് ചിന്തിക്കാതെ, ഐ അണ്ടർസ്റ്റാൻഡ്, ഒരു ശാന്തമായ മനസ്സോട് കൂടി യെസ് പ്രോബ്ലം ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ നോക്കിക്കാണും. ഒരാൾ വിളിക്കുക, ഒരു പ്രോബ്ലത്തിന് വിളിക്കുക, നീ എന്തിനാ വന്ന്, നിനക്ക് എന്താ എന്നോട് പറയാനുള്ളത്? എങ്ങനെ നമ്മൾ ഇത് സോൾവ് ചെയ്യാം? ഓക്കെ. ആൻഡ് ദാറ്റ് ഈസ് ലൈക്ക് അക്സെപ്റ്റൻസ്. പ്രോബ്ലത്തെ അക്സെപ്റ്റ് ചെയ്യാം, നമ്മുടെ അവസ്ഥകൾ അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, സംഭവിച്ചു, നീ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അത് തിരുത്താൻ എന്ത് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലായിരിക്കാം. സോ അതുകൊണ്ട് എന്താ വഴി? ഞാൻ സംഭവിച്ചു. ഫോർ എക്സാമ്പിൾ പറയുക, നിങ്ങൾ ചില ആൾക്കാരുണ്ടെന്ന് വെച്ചാല് ലൈഫിൽ ഭയങ്കരമായിട്ട് പ്രശ്നമായി, അല്ലെങ്കിൽ പാർട്ണറായിട്ട് ഇഷ്യൂ ആയി, ഡിവോഴ്സായി, അതിലിങ്ങനെ ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല. സംഭവിച്ചു, ഇനി ഇവിടുന്ന് അങ്ങോട്ട് അത് അക്സെപ്റ്റ് ചെയ്യാം. ഇനിയുള്ള ലൈഫ് അക്സെപ്റ്റ് ചെയ്യാം. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അത് അക്സെപ്റ്റ് ചെയ്യാം. എന്നതിനർത്ഥം കീഴടങ്ങലല്ല. ഓക്കെ, മേ ബി ഇങ്ങനെ ആയിരിക്കും, ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ്. അല്ലാതെ അതിൽ ദുഃഖിച്ച് വിഷമിച്ച് അതിനെ ഇങ്ങനെ ആയല്ലോ അങ്ങനെ ആയല്ലോ, ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇനി ഞാൻ അങ്ങനെ ജീവിക്കും, ദിസ് ഈസ് കോൾഡ് ഫൈറ്റിംഗ്. ഡോണ്ട് ഡു ദാറ്റ്. ഇറ്റ് വിൽ നോട്ട് ഹെൽപ്പ് യു ഹീൽ, ഇറ്റ് വിൽ മൾട്ടിപ്ലൈ ദ പ്രോബ്ലംസ്. നിങ്ങൾ കൂടുതൽ വീക്ക് ആവും, കൂടുതൽ നെഗറ്റീവ് സ്പൈറലിലേക്ക് പോകും. ക്ലിയർ ആണ്? മറിച്ച് എന്താ വേണ്ടത്? ഇറ്റ്സ് ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ്. ഇസ് ഇറ്റ് ഈസി? ഇറ്റ്സ് നോട്ട് ഈസി. അപ്പൊ പെയിന് വരും, അത് അക്സെപ്റ്റ് ചെയ്യാൻ പാടാം, അതും അതിന്റെ ഭാഗമാണ്. ഇറ്റ്സ് ഓക്കെ എന്ന് അക്സെപ്റ്റ് ചെയ്യാം. അത് ആ പെയിനൊക്കെ അതിന്റെ ഭാഗമാണെന്ന് അക്സെപ്റ്റ് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും, ഫീൽ ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. അതാണ് അക്സെപ്റ്റൻസ്. എന്ത്? നമുക്ക് സങ്കടം വരും, സങ്കടം വരും, എനിക്ക് സങ്കടം വരുന്നു സാർ, എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഇറ്റ്സ് ഓക്കെ. അതാണ് അക്സെപ്റ്റൻസ്. എന്താ അക്സെപ്റ്റൻസ്? സങ്കടം വരുന്നു, ഇറ്റ്സ് ഓക്കെ. വിഷമം വരുന്നു, ഇറ്റ്സ് ഓക്കെ. വിഷമം വരും. ആ വിഷമൊക്കെ വരുന്നത് നാച്ചുറൽ ആണ്. അത് നിങ്ങൾക്ക് മാത്രമല്ല, ആർക്കും വരും. അത് മനുഷ്യ സഹജമാണ്. അതിനെക്കുറിച്ച് ഞാൻ വിഷമിക്കുന്നല്ലോ എന്ന് ആലോചിച്ച് വിഷമിക്കേണ്ട, അല്ലെങ്കിൽ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയല്ലോ എന്നാൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഇങ്ങനെയൊക്കെ തന്നെ പലതും സംഭവിക്കും. നിങ്ങൾക്ക് മാത്രമൊന്നുമല്ല, ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട്. ഇതിങ്ങനെയൊക്കെ തന്നെയാണ് സംഭവിക്കുക, സ്വാഭാവികമാണ്. നിങ്ങൾ ഇത് അനുഭവിക്കുന്നതൊക്കെ സ്വാഭാവികമാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി ഇങ്ങനെയൊക്കെ ഉണ്ടാവും, സാരമില്ല, ഇറ്റ്സ് ഓക്കെ. ഇതാണ് അക്സെപ്റ്റൻസ്. ക്ലിയർ?
So whatever that you are feeling is natural and it is okay to feel. അപ്പൊ നിങ്ങളുള്ളത് പറയുന്നു, no, it's not okay, I don't want to feel എന്ന് പറയുന്നതാണ് ഫൈറ്റിംഗ്. അപ്പൊ അവിടെ പറയുന്നത് വെച്ചാൽ ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ അല്ല, ഐ ഡോണ്ട് വാണ്ട് ടു ഫീൽ, എനിക്കിത് ഫീൽ ചെയ്യുന്നത് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഇറ്റ്സ് നോട്ട് ഓക്കെ, ഹൗ ക്യാൻ യു സേ ഇറ്റ്സ് ഓക്കെ? അപ്പൊ നമ്മൾ അവിടെ പറയേണ്ടത് എന്താണ്? ആൻഡ് ഇറ്റ്സ് ഓക്കെ ടു ഫീൽ ദാറ്റ് ഇറ്റ്സ് നോട്ട് ഓക്കെ, ഇറ്റ്സ് നോട്ട് ഓക്കെ എന്ന് ഫീൽ ചെയ്യുന്ന ആ ഫീലിംഗ് വരെ ഓക്കെ, ദാറ്റ്സ് ഓക്കെ ടു ഫീൽ ദാറ്റ്, ഇറ്റ്സ് ഓക്കെ ടു ഫീൽ that it's okay. അപ്പം ആ ഫീലിംഗും ആ ദേഷ്യം ഈ സങ്കടം ഒക്കെ ഇങ്ങനെ നമ്മൾ എനിക്ക് ഫൈറ്റ് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ഫൈറ്റ് ചെയ്ത് പോകുന്നു, എനിക്ക് ദേഷ്യം വരുന്നു, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുണ്ടോ? ഇറ്റ്സ് ഓക്കെ, അതും നാച്ചുറൽ ആണ് എന്ന് പറയുന്നിടത്താണെന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് ഹീലിംഗിലേക്കുള്ള അക്സെപ്റ്റൻസിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് കഴിയും. ഈ സെക്കൻഡ് സ്റ്റെപ്പ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതാണ് തേർഡ് സ്റ്റെപ്പ്, റിലീസ്. ലെറ്റ് അബ്സോർബ് ഇമോഷൻസ് ആൻഡ് ത്രൂ ആൻഡ് ഔട്ട്. അതിനെ നമ്മൾ റിലീസ് ചെയ്യണം. ആ റിലീസ് ചെയ്യാനാണ് നമ്മൾ EFT ടാപ്പിംഗ് ചെയ്യുന്നത്. EFT ടാപ്പിംഗ് പഠിപ്പിക്കുന്നത് അതിനാണ്. അവിടെ നമ്മൾ എന്താ പറയുക, ലെറ്റ് ഗോ ചെയ്യണം, അതിനെ വിട്ട് കളയണം, ബോഡിയിൽ നിന്ന് റിലീസ് ചെയ്യണം. സോ ടാപ്പിംഗ് എന്ത് ചെയ്യും? റിലീസ് ചെയ്യാൻ സഹായിക്കും. അതേപോലെ തന്നെ റീപ്രോഗ്രാമിംഗ്, ഡിക്ലറേഷൻ ഒക്കെ പറയും, നമ്മൾ പുതിയ ഒരു ബിലീഫ് കൊടുത്തിട്ട് റീപ്രോഗ്രാം ചെയ്യും. ഓൾഡ് ആയിട്ടുള്ള ബിലീഫിനെ നമ്മൾ എന്ത് ചെയ്യും? വിത്ത് എംപവറിംഗ് ബിലീഫായിട്ട് എന്ത് ചെയ്യും? റീപ്രോഗ്രാം ചെയ്യും. EFT നമ്മൾ ചെയ്യുന്ന മെത്തേഡാണ്. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ്? കൺസിസ്റ്റൻസി. കമ്മിറ്റ് ടു ദ പ്രാക്ടീസ് എവറി സിംഗിൾ ഡേ. ഈ ഒരു ടാപ്പിംഗ് പ്രാക്ടീസ് നമ്മൾ എവറി ഡേ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കും. റിലീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആ പ്രോബ്ലം എടുത്ത് ഈ ഒരു പ്രശ്നം, ഞാനിപ്പോൾ ഫീൽ ചെയ്യുന്ന ഈ ഒരു പ്രശ്നം, ഞാൻ അനുഭവിക്കുന്ന ഈ ഒരു പ്രശ്നം ഞാൻ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ഐ ചൂസ് ടു ലെറ്റ് ഗോ. ഇറ്റ്സ് ഓക്കെ to feel whatever I am feeling, but I choose to let go. I don't want to carry this. ഞാൻ അതിനെ വിട്ട് കളയുന്നു. എന്നിട്ട് പറയുന്നു എനിക്ക് പുതിയ റീപ്രോഗ്രാമിംഗ് കൊടുക്കും, റീഫ്രെയിമിംഗ് എന്ന് പറയും. EFTയിലുള്ള മറ്റൊരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അതിൽ കടന്നു പോകുന്ന സാധനമാണ് അല്ലെ, പുതിയ ബിലീഫുകൾ. ഞാൻ ഓക്കെയാണ്, ഞാൻ സ്ട്രോങ് ആണ്, ഐ ആം സ്ട്രോങ്, ഐ ക്യാൻ ഡു എനിത്തിങ്, ഐ ക്യാൻ ബി എനിത്തിങ്. എന്താണോ നമ്മുടെ അനുഭവത്തിലുള്ള പ്രശ്നം, അതിന്റെ നേരെ ഓപ്പോസിറ്റ് സാധനങ്ങൾ പറയാം. എനിക്ക് ഭയങ്കര ടെൻഷനാണ്, ടെൻഷൻ എന്നുള്ളത് പറഞ്ഞ് അത് ലെറ്റ് ഗോ ചെയ്ത് പറഞ്ഞതിന് ശേഷം പിന്നെ പറയാം ഞാൻ സമാധാനത്തിലാണ്, എനിക്ക് നല്ല സമാധാനമുണ്ട്. സോ ഈ ഒരു രീതിയിലൂടെ ഇതിനെന്ത് ചെയ്യണം? നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. സോ അത് നിരന്തരം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണോ അത് ക്ലിയർ ആകുന്നത് വരെ, സീറോ ആകുന്നത് വരെ, വിഷമങ്ങൾ മാറുന്നത് വരെ ഇത്തരത്തിലുള്ള പ്രാക്ടീസ് തുടർന്നുകൊണ്ടേയിരിക്കുക. ആൻഡ് ദാറ്റ്സ് കോൾഡ് കൺസിസ്റ്റൻസി. ഇതാണ് സെൽഫ് ഹീലിംഗ് പ്രോസസ്. ഇനി ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇനിയും നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇന്നത്തെ സെഷൻ ഇത്രയേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ ഈ അവയർനെസ്സിനെ കുറിച്ച് ഡെപ്തിൽ പഠിക്കാനുണ്ട്. ദെൻ നമുക്കെന്ന് വെച്ചാൽ അക്സെപ്റ്റൻസിനെ കുറിച്ച് ഡെപ്തിൽ പഠിക്കാനുണ്ട്, ഇമോഷണൽ റിലീസിനെ കുറിച്ച് ഡെപ്തിൽ പഠിക്കാനുണ്ട്, റീപ്രോഗ്രാമിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇതെല്ലാം പഠിക്കാം. എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ EFT പ്രോഗ്രാമിലേക്ക് വരിക. നമ്മുടെ EFT പ്രോഗ്രാം അടുത്ത ബാച്ച് ഉണ്ട്. ഈ വരുന്ന 30-ാം തീയതി, ഐ തിങ്ക് 30-31 ഫ്രണ്ട്ഷിപ്പ്, ഐ തിങ്ക് ദർ ഇസ് നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ് ഇവരൊക്കെ വെച്ചാൽ റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. ഏതാ 30-ആ? അതെ. അയ്യോ. So programming will be there. So just come and join and it will change your life like anything. Okay? ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ സെഷനിൽ നിങ്ങൾ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. If it was helpful, just let me know. How was the session? പറയൂ, എങ്ങനെയുണ്ടായിരുന്നു സെഷൻ? ഗുഡ്, നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയി. ലൈക്ക് ആ അവയർനെസ് ഇങ്ങനെ പോയി തുടങ്ങി. കോഴ്സ് കഴിഞ്ഞു അവയർനെസ് ഒന്നും കിട്ടിയതിന് വീണ്ടും അവയർനെസ് കിട്ടിയില്ലേ? വെരി ഗുഡ്, ഹെൽപ്ഫുൾ ആണ്. വീണ്ടും റീകണക്ട് ചെയ്യാൻ പറ്റിയോ? വീണ്ടും ആ ഒരു അവയർനെസ്സിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയോ? യെസ് ഓർ നോ? Okay, very good. All right, thank you. Sania, what is your feeling? What did you feel today, like, after attending? ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് എന്താ നമുക്ക് EFTയുടെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് അത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ള രീതി. എത്രത്തോളം പഠിച്ചത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് പ്രാക്ടീസ് ചെയ്യൽ എന്നുള്ളതിനെ കുറിച്ചൊരു അവയർനെസ് വന്നു അല്ലേ? ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയും പണി കിട്ടും എന്നുള്ളത് മനസ്സിലായി. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയ ഇനിയും ഉണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞു. യെസ് ഓർ നോ? ഓൾ റൈറ്റ്, സോ ഗുഡ് സെഷൻ, താങ്ക് യു സോ മച്ച്. അപ്പൊ പറഞ്ഞതുപോലെ നമ്മളുടെ ഹീലിംഗ് ഇതവർ ചെയ്യാത്തവരുണ്ടെങ്കിൽ EFT ഇതുവരെ തീരെ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടോ?
ആരെങ്കിലും ഉണ്ടോ EFT തീരെ ചെയ്യാത്ത ആൾക്കാർ? ഒന്ന് കമന്റ് ചെയ്യാവോ? നോ ഒന്ന് കമന്റ് ചെയ്താൽ മതി. തീരെ ചെയ്തിട്ടില്ല അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. യെസ്, തീരെ ചെയ്യാത്തവർ കേട്ടോ, EFT തീരെ ചെയ്യാത്തത്. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയുള്ളവർ നോ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് EFT ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ലൈഫ് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്ഡേഷൻസ് ഒക്കെ ആയിട്ട് നമ്മുടെ ടീം മെമ്പേഴ്സ് നിങ്ങൾ എപ്പോഴും കോൺടാക്ട് ചെയ്യും. സോ ലെറ്റ് ദം നോ ദാറ്റ് പ്ലസ് ഓക്കെ, ലെറ്റ് ദം നോ യു വാണ്ട് ടു ജോയിൻ ദ പ്രോഗ്രാം ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, അപ്പോൾ പറഞ്ഞതുപോലെ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന വിചാരിക്കും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേ എല്ലാവർക്കും എന്ത് ചെയ്യുന്നു? ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. ഐ ഹാഡ് എ ഗ്രേറ്റ് ടൈം. കുറച്ച് ടെക്നിക്കൽ ചാലഞ്ചസ് ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ വി ഡിഡ് ദ സെഷൻ. എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇവിടെ, ബട്ട് സ്റ്റിൽ വി ഡിഡ് അവർ ബെസ്റ്റ്. ആൻഡ് താങ്ക് യു വൺസ് അഗൈൻ ഫോർ ജോയിനിങ് ടുഡേ സെഷൻ. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇങ്ങനെയുള്ള സെഷനുകൾ കേൾക്കാൻ നിങ്ങൾ നമ്മളിൽ വിശ്വാസം അർപ്പിക്കുന്ന ഈ ഒരു സപ്പോർട്ടിന് താങ്ക് യു. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് യുവർ വെൽക്കം. താങ്ക് യു സർ. Thank you, sir. Thank you very much. താങ്ക് യു താങ്ക് യു. സൂപ്പർ ആയിട്ടുണ്ട് എല്ലാ ക്ലാസ്സും. താങ്ക് യു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ. സാർ ഇന്നലെ മോർണിംഗിൽ വോയിസ് നോട്ട് അയച്ചിരുന്നില്ലേ? അത് നല്ല Yeah. രീതിയിൽ ഹെൽപ്ഫുൾ ആയിരുന്നു. ഹെൽപ്ഫുൾ ആയിരുന്നോ? ഓക്കെ, അത്തരത്തിലുള്ള മോർണിംഗ് വോയിസ് നോട്ടുകളൊക്കെ ഇനിയും വേണോ? ആ തുടരണോ? സാർ, ഡെയിലി ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തിരുന്ന പരിപാടിയായിരുന്നു. പിന്നീട് നിർത്തിയിരുന്നു. അപ്പോൾ നമ്മളുടെ തന്നെ ടീം മെമ്പർ ഇങ്ങനെ ചെറിയ വോയിസുകളിൽ ഇങ്ങനെ അയക്കുന്നത് എൻ്റെ ഒരു നമ്മുടെ തന്നെ ഒരു ക്ലയൻറ്റ് എനിക്ക് ഇങ്ങനെ അയച്ചു തന്നു. അപ്പം ഇത് കൊള്ളാം, നല്ല യൂസ്ഫുൾ ആണെന്നൊക്കെ പറഞ്ഞൊരു ഫീഡ്ബാക്ക് ഒക്കെ ഇങ്ങനെ കേട്ടു. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് സിമിലർലി വൈ ഐ കനോട്ട് ഡു ദാറ്റ് എന്നുള്ള രീതിയിൽ ജസ്റ്റ് ചെയ്തതാണ്. സോ സാറിന്റെ വോയിസ് നോട്ടുകൾ ഇപ്പോഴും ഉണ്ട് സാർ. എന്താണ് സാറിന്റെ പണ്ടത്തെ വോയിസ് നോട്ടുകൾ കുറെ ഇപ്പോഴും കയ്യിലുണ്ട്. അപ്പോ അത് ഒത്തിരി നല്ലതാണ് ഇങ്ങനത്തെ വോയിസ് നോട്ടുകൾ രാവിലെ തന്നെ, എസ്പെഷ്യലി സെഷൻസ്, മോർണിംഗ് സെഷൻസ് വളരെ 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 യൂസ്ഫുൾ ആണ്. EFTയുടെ ഒപ്പം അതും കൂടെ കൊണ്ടുപോകുമ്പോഴാണ് ഒത്തിരി EFTയിൽ ചേഞ്ച് വരുത്താനായിട്ട്, ആ ഹീലിംഗിൽ ചേഞ്ച് വരുത്താൻ പറ്റുന്നത്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ട്രോമാസ് എടുത്തിട്ട് നമ്മൾ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇനി ഇത് എങ്ങനെ മുമ്പോട്ട് പോകുന്ന ഓർക്കുമ്പോഴായിരിക്കും, അപ്പോഴായിരിക്കും നെക്സ്റ്റ് ഡേ തന്നെ സാറിന്റെ ഒരു സെഷൻ വരുന്നത്. അപ്പോ വീണ്ടും ഇൻസ്പയർഡ് ആയിട്ട് വീണ്ടും അത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും. Anyway, thank you so much for being here, being with the community. We'll do our best again. Thank you so much. Thank you for your feedbacks. Thank you for your time. Have a great day. Okay, നാളെ കാണാം. നമുക്കൊരു വോയിസ് നോട്ട് ഇന്ന് ഞാൻ ചെയ്യാം. ഓക്കെ, റഹീബ് പറഞ്ഞു. യെസ്, എന്താണ്? താങ്ക് യു. Thank you, Marjan. Thank you so much. What a pleasant smile, what a positive smile. Thank you. And keep doing. Thank you. Have a great day. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സാർ.